जय कुंज विहारी जय राधा माधव जय कुंज विहारी जय गोपी जनवल्लभा जय गिरिवरधारी जय गोपी जनवल्लभा जय गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारी जय कुंज बिहारी जय राधा माधव जय कुंज विहारी जय राधा माधवा जय कुंज विहारी हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे 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 कृष्णा ഹരേ കൃഷ്ണ. ശ്രേഷ്ഠ രാജേന്ദ്ര പ്രഭുജിനെ നമ്മൾ 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് സ്വാഗതം ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം, നമസ്കാരം. എല്ലാവർക്കും പുരുഷോത്തമ അധികമാസാശംസകൾ നേരുന്നു. ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായമാണ്. എല്ലാവരും പുസ്തകം എടുത്ത് കയ്യിൽ വയ്ക്കാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ആദ്യം ശ്രീമംഗളാചരണം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യ ഈശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാനിദാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ
ഭഗവതേ വാസുദേവായ. ഓം തത്സത്. ഭഗവാൻ പരമാർത്ഥമായ ആ തത്വം ഉപദേശിച്ചു. പാരമാർത്ഥികമായ തലത്തില് ആത്മാവിന് ജനനമോ മരണമോ മറ്റു വിക്രിയകള് ഒന്നും തന്നെ ഇല്ല. നിത്യ അവിക്രിയനാണ് ആത്മാവ്. ന ജായതേ മ്രിയതേ വാ കദാചിത്. ആത്മാവ് ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ മറ്റു ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല. അസ്ഥി ജായതേ അസ്ഥിതേ വർദ്ധതേ വിപരിണമിതേ അപക്ഷീയതേ നശ്യതേ തുടങ്ങിയ ഷഡ്ഭാവങ്ങളെല്ലാം ആർക്കാണുള്ളത്? ശരീരത്തിന്. കാരണം ശരീരം ഭൗതിക വസ്തുക്കളെ കൊണ്ട് അല്ലെങ്കിൽ അധമ പ്രകൃതി കൊണ്ട് സൃഷ്ടിച്ചതാണ്. ഉത്തമ പ്രകൃതിയായിട്ടുള്ള ഭഗവാന്റെ വിഭിന്നാംശമായിട്ടുള്ള ജീവസത്തയ്ക്ക്, ജീവാത്മാവിന്, ജീവകണത്തിന് യാതൊരു തരമാറ്റമില്ല. അത് ഉണ്മയാണ്, അത് അനശ്വരമാണ്, അത് ശാശ്വതമാണ്. അതിന് യാതൊരു തരം പരിണാമങ്ങളും സംഭവിക്കില്ല. അത് വിഭുവായ ആത്മാവിന്റെ അംശമായ ആ ഒരു ജീവാത്മാവാണ്. ഇനി സാധാരണ തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും നീ ദുഃഖിക്കുവാൻ അർഹനല്ല. കാരണം ജാതസ്യാഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ജ. ജനിച്ചാൽ ഒരിക്കലും മരിക്കണം, മരിച്ചാൽ ഒരിക്കലും ജനിക്കണം. അതുകൊണ്ട് ഈ ഒരു തത്വം ആലോചിച്ചാലും നിനക്ക് ദുഃഖിക്കുവാൻ അർഹതയില്ല. ഇതെല്ലാം സാധാരണക്കാരനെ സംബന്ധിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. അല്ലാതെ ജനിച്ചാൽ ഒരിക്കലും മരിക്കണം, മരിച്ചാൽ ഒരിക്കലും ജനിക്കണം എന്നൊക്കെ പറയുമ്പോ നമ്മള് ഇത്രയധികം ഭഗവത് ഭക്തിയുത സേവനം ചെയ്തിട്ടും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും പ്രയോജനമില്ലേ എന്ന് ചിന്തിക്കരുത്. സാധാരണ നിരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഉപദേശിക്കുന്നത് ഭഗവാൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട്. ഇത് മോക്ഷേച്ഛുക്കളെ കുറിച്ചിട്ടല്ല, അല്ലെങ്കിൽ ആ മോക്ഷത്തിന് അർഹതയുള്ള ആളുകളെ കുറിച്ചിട്ടല്ല. ബദ്ധാത്മാവായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ആസക്തികളോട് കൂടിയിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതെല്ലാം പറയുന്നത്. മറ്റുള്ളവരുടെ കാര്യം ഇനി പറയാനേ പോകുന്നുള്ളൂ, കുറെ കഴിഞ്ഞിട്ടേ പറയണുള്ളൂ. മാത്രമല്ല അർജുന, നീ ക്ഷത്രിയനാണ്. സമൂഹത്തില് 4 തരം വിഭാഗം ജനങ്ങളുണ്ട്. ലോകത്തിൽ കോടാനുകോടി ജനങ്ങളുണ്ട്, അറിയാം. 1000 കോടി ജനങ്ങളുണ്ട്, അതിനേക്കാളും കൂടുതലായി. ഇവരെയെല്ലാം ഒരു ശ്രേണിയിൽ പെടുത്തുകയാണെങ്കിൽ ഇവരുടെ സ്വഭാവം, ഇവർ കഴിക്കുന്ന ഭക്ഷണം, ഇവരുടെ നടപ്പ്, ഇരിപ്പ്, കിടപ്പ്, മറ്റുള്ളവരുമായിട്ടുള്ള സംസാരം, പരിചയപ്പെടല്, അങ്ങനെ ഇവരുടെ സ്വഭാവത്തെയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ, ഗുണത്തെയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ, കർമ്മത്തെയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ 4 വിഭാഗത്തിലാക്കാനായിട്ട് സാധിക്കും. ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപ. അവരെ ബുദ്ധി നിലവാരമുള്ള ആളുകളെ അധ്യയനം ചെയ്യുക, ഹോമങ്ങള്, പൂജകള്, മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യുക, വൃത്തിയോട് കൂടിയിട്ട് നടക്കുക, നല്ല സംഭാഷണം മാത്രം നടത്തുക, ഇങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. അവരെ ബ്രാഹ്മണരെന്നും, ജനങ്ങളെയെല്ലാം സംരക്ഷിക്കുവാനായിട്ട് അർഹതപ്പെട്ട ആളുകളെ ക്ഷത്രിയരെന്നും, നേരത്തെ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കൃഷി, അതുപോലെ തന്നെ പശുക്കളെ പരിപാലിക്കുക, പിന്നെ വ്യവസായം ചെയ്യുക, അവരെയെല്ലാം വൈശ്യരെന്നും, ഈ 3 കൂട്ടർക്ക്, ഈ ത്രൈവർണികർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ആളുകളെ ശൂദ്രരെന്നും പറയുന്നു. ഇതെല്ലാം ഭഗവാനിൽ തന്നെയാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ബ്രാഹ്മണസ്യ മുഖമാസീത് ബാഹു രാജന്യകൃത ഒരു തദസ്യ തദ്വൈശ്യ പദ്ഭ്യാം ശൂദ്രോഭിജായ. പുരുഷ സൂക്തത്തിൽ പറയുന്നതാണ്. എല്ലാം ഭഗവാന്റെ അംശങ്ങൾ തന്നെ. അതില് കാലാണ്, കയ്യാണ്, മുഖമാണ്, അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല. എല്ലാം ഭഗവാനിൽ നിന്ന് തന്നെ ആരംഭിച്ചിരിക്കുന്നു. അർജുന, നീ ഇതിൽ 2ാമത്തെ വിഭാഗത്തിൽപ്പെട്ട ക്ഷത്രിയ രാജവംശത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ക്ഷതം ത്രായതേ, ഇത് ക്ഷത്രിയ. മറ്റുള്ളവരെ ക്ഷതം വരുത്താതെ, മുറിവേൽപ്പിക്കാതെ സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥനാണ് നീ. നിന്നെ ആശ്രയിച്ചിട്ടാണ്, നിന്നെ വിശ്വസിച്ചിട്ടാണ് നിന്റെ സഹോദരന്മാരും മറ്റുള്ള ആളുകളും എല്ലാം യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഇനി നീ പിന്മാറുകയാണെങ്കിലോ അവര് പിന്മാറില്ല. ചിലപ്പോ അവര് പാവങ്ങള് ചിലപ്പോ ഈ യുദ്ധത്തിൽ മരിക്കേണ്ടി വരും. അതുകൊണ്ട് അവരെ ഓർത്തെങ്കിലും നിന്റെ ക്ഷത്രിയ ധർമ്മം, നിന്റെ സ്വധർമ്മം ആലോചിച്ചാണെങ്കിലും നീയെ യുദ്ധം ചെയ്തേ മതിയാവൂ. കാരണം ഒരു ക്ഷത്രിയന്റെ ഏറ്റവും വലിയ ധർമ്മമാണ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാതിരിക്കുക. അവന്റെ ഗുണമാണ്, അവന്റെ കർമ്മമാണ്, അവന്റെ സ്വധർമ്മമാണ്. സ്വധർമ്മേ നിധനം ശ്രേയ. ഇങ്ങനെ സ്വധർമ്മം ആചരിക്കുന്നതിലൂടെ നിനക്ക് പരമപദപ്രാപ്തിയെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. മോക്ഷത്തെ, മുക്തിയെ
ഗോലോക വൃന്ദാവനത്തെ പ്രാപിക്കാനായിട്ട് സാധിക്കും. ഇനി അതില് നിധനം ശ്രേയോ, മരണപ്പെടുകയാണെങ്കിൽ പോലും നിനക്ക് മോക്ഷത്തിന് അർഹതയുണ്ടാകുന്നു, അല്ല നിനക്ക് സ്വർഗലോക പ്രാപ്തി ഉണ്ടാകുന്നു, ഏത് വേണമെങ്കിലും നിനക്ക് സ്വീകരിക്കാം. പക്ഷെ പരധർമ്മോ ഭയാവഹ, അല്ല നീ ഇതെല്ലാം ഉപേക്ഷിച്ച് സന്യാസിയായിട്ട് ഭിക്ഷാടനം നടത്താനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വാനപ്രസ്ഥം സ്വീകരിക്കുവാനാണ്, അല്ലെങ്കിൽ ഒരു ബ്രഹ്മചാരിയെ പോലെ വീടുകൾ തോറും ഭിക്ഷാടനമെല്ലാം നടത്തി അതുകൊണ്ടാണ് ഉപജീവനം നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് പരധർമ്മമാണ്. അത് ക്ഷത്രിയന് യോജിച്ചതല്ല. അത് വൈരാഗ്യം, വിരക്തി വന്ന ആളുകൾക്ക് യോജിച്ചതാണ്. നിനക്ക് അത്ര ആയിട്ടില്ല, നീ യൗവനാവസ്ഥയിലാണ്, എത്രയോ വിവാഹങ്ങൾ കഴിച്ചിരിക്കുന്നു, എത്രയോ സന്താനങ്ങളുണ്ട്, അവരെ എല്ലാവരെയും പരിപാലിക്കണം, സംരക്ഷിക്കണം. നിന്നെ ആശ്രയിച്ചിട്ടാണ് അഗ്നിസാക്ഷിയായിട്ട് നിനക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നത്. അവരെ എല്ലാം പരിപാലിക്കേണ്ടതും അവരുടെ കാര്യങ്ങളെല്ലാം യഥാവിധി യഥാസമയത്ത് സർവദാ സർവത്ര അത് നടത്തി കൊടുക്കേണ്ടത് നിന്റെ ബാധ്യതയാണ്. പാർത്ഥ പ്രദയുടെ പുത്ര, പൃഥ്വിയുടെ സംരക്ഷക. രണ്ടാമത്തെ അർത്ഥം നിരുക്തതൊരു പൃഥ്വിയുടെ സംരക്ഷനാണ് പാർത്ഥൻ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ പാർത്ഥ പാർത്ഥ എന്ന് പറഞ്ഞ് നിന്റെ രാജ്യം സംരക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണെന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഓടിയൊളിക്കേണ്ടതല്ല നിന്റെ വീരശൂരത്വം. ജീവിതത്തിൽ പല പല പ്രതിബന്ധങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ ഈ ജീവിതത്തിന്റെ ഈ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ലക്ഷ്യമാർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ഈ പ്രതിബന്ധങ്ങളെയെല്ലാം കവച്ചു വെക്കാൻ, തരണം ചെയ്യുവാനായിട്ട് സാധിക്കണം. പകച്ചു പോകരുത് അതില്. അതുപോലെ തന്നെ നമ്മൾ ആകർഷിക്കുന്നതില് നമ്മൾ പെട്ടുപോകരുത്. അതിനെയെല്ലാം തിദിക്ഷസ്വ ഭാരത, സഹിച്ചുകൊണ്ട് തരണം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതാണ് ഭാരത എന്ന വാക്കിന്റെ തന്നെ അർത്ഥം. ശരിക്കും ഭാരതത്തിലെ ജനങ്ങളെല്ലാം അതിനെ തരണം ചെയ്യാൻ കഴിവുള്ളവരാണ്, പ്രാപ്തിയുള്ളവരാണ്. അതാണ് ഇടയ്ക്ക് ഭാരത ഭാരത എന്നെല്ലാം വിളിച്ച് ഭഗവാൻ ആ പദത്തിന്റെ വ്യാപ്തി നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് സ്വധർമ്മം അഭിചാവേശ്യ നാവിഗംഭിതമർഹസി ധർമ്മ്യാത് യുദ്ധ ശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ധർമ്മയുദ്ധങ്ങൾ വെറും യുദ്ധമല്ല, മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാനോ അവരുടെ ധനം അപഹരിക്കാനോ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ നശിപ്പിക്കാനോ അല്ല. ധർമ്മയുദ്ധമാണ്, ധർമാനുസാരിയാണ്, ധർമാനുകൃതമായതാണ്, ധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ഇതിഹാസ പുരാണങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് അനുഷ്ഠിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റില്ല, പേടിക്കണ്ട. കാരണം അഹോ ഭദമഹത് പാപം കർത്തും വ്യവസിതാവയം എന്നെല്ലാം നീ വളരെ അലറിയുണ്ടല്ലോ. 1-ാം അധ്യായത്തില് വലിയൊരു മഹാപാപം ചെയ്യാനാണ് വന്നിരിക്കുന്നത്, ഈ യുദ്ധം ധർമാനുസാരിയല്ല എന്നെല്ലാം പറഞ്ഞു. അല്ല, വിഡ്ഢിത്തരമാണത്. നിന്റെ അജ്ഞാനം കൊണ്ട്, നിന്റെ മമത്വബോധം കൊണ്ട്, നിന്റെ വിഷാദം കൊണ്ട്, ശോകം കൊണ്ട് നിനക്ക് തോന്നുന്നതാണ്. ശോകത്തെ ഉപേക്ഷിക്കൂ, വിഷാദത്തെ ഉപേക്ഷിക്കുന്നേ. ശോകം ഉപേക്ഷിച്ചാൽ, ദുഃഖം ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങളെല്ലാം യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ദുഃഖിച്ചിരിക്കുന്ന സമയത്തൊന്നും നമുക്ക് കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ ആദ്യമേ തന്നെ അർജുനന്റെ ശോകത്തെ നിവാരണം ചെയ്യണം. അതിനുവേണ്ടി ഭഗവാൻ താഴേക്ക് ഇടങ്ങി വന്നിട്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളെല്ലാം നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. നോക്കൂ, ഭഗവാൻ എത്ര കാരുണ്യവാണെന്ന്. അതുകൊണ്ട് യുദ്ധം ചെയ്യൂ, ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് യുദ്ധം. ആ യുദ്ധം ചെയ്യുന്നതിൽ കൂടെ മാത്രമേ നിനക്ക് പരമപദത്തിൽ എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ധർമ്മയുദ്ധങ്ങള് വളരെ അപൂർവമായിട്ടാ ലഭിക്കുന്നുള്ളൂ. അതാ സ്വർഗത്തിന്റെ വാതിലെല്ലാം തുറന്നു വെച്ചിരിക്കുന്നു. നിന്റെ പിതാവായിട്ടുള്ള ദേവേന്ദ്രൻ വീരശൂര പരാക്രമികളായിട്ടുള്ള ക്ഷത്രിയ രാജാക്കന്മാരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അതാ അവിടെ തയ്യാറായിട്ട് നിൽക്കുന്നു. ദേവലോകത്തിന്റെ ഒരു ഭാഗം സ്വർഗലോകമാണ്, സ്വർഗലോകത്തിന്റെ ഒരു ഭാഗം വീരക്ഷത്രിയന്മാർക്കുള്ളതാണ്. അവിടെ ചെന്നിട്ട് നീ വളരെയധികം സുഖാനുഭൂതികളോട് കൂടിയിട്ട് വേണമെങ്കിൽ നിനക്ക് അനുഭവിക്കാം, അല്ലെങ്കിൽ സ്വധർമ്മം അടുക്കും ചിട്ടയോടും കൂടിയിട്ട് കർമ്മഫലാസക്തി ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ട് പരമപദത്തെയും പ്രൂപിക്കാം. അങ്ങനെ ക്രമമുക്തിയെ കുറിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഭഗവാൻ നോക്കണേ, ആ പരമതലത്തിലിരുന്ന് പാരമാർത്ഥികമായിട്ടുള്ള തത്വം ഉപദേശിച്ചു. കുറച്ചും കൂടി താഴോട്ട് ഇറങ്ങി വന്നിട്ട് വ്യാവഹാരിക തലത്തില് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി അതിനേക്കാളും താഴെ വന്നിട്ട് സാധാരണക്കാരെ പോലെ, റോഡ് വക്കിലെല്ലാം നിൽക്കുന്ന ആളുകളെ പോലെ,
വായനശാലകളിലും ബാർബർ ഷാപ്പുകളിലും ചായക്കടകളിലും തട്ടുകടകളിലും എല്ലാം ഇരുന്ന് ബസ് സ്റ്റോപ്പുകളിലും എല്ലാം ഇരുന്ന് ചർച്ച ചെയ്യുന്ന സാധാരണ ജനങ്ങളെ പോലെ വീണ്ടും ഭഗവാൻ താഴേക്ക് ഇറങ്ങി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്താണ്? ശ്ലോകം 32. യതിർച്ചയാ ചോപന്നം സ്വർഗദ്വാരമഭാവൃതം സുഖിന ക്ഷത്രിയാ പാർത്ത ലഭന്തേ യുദ്ധമീദൃശം. വിവർത്തനം, ട്രാൻസ്ലേഷൻ. അല്ലയോ പാർത്ത, യാദൃച്ഛികമായി ഇതുപോലെയൊരു യുദ്ധത്തിന് അവസരം ലഭിക്കുന്ന ക്ഷത്രിയന്മാർ സന്തുഷ്ടരാണ്. എന്തെന്നാൽ സ്വർഗ കവാടം അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ശ്ലോകത്തിന്റെ ആശയവിശദീകരണം. ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. പൊരുതുന്നത് കൊണ്ട് ഒരു നന്മയും ഞാൻ കാണുന്നില്ല, അത് എന്നെന്നും നരക ജീവിതത്തിന് വഴിയൊരുക്കും എന്ന് പറഞ്ഞ അർജുനന്റെ നിലപാടിനെ ലോകോത്തമ ഗുരു എന്ന നിലയിൽ തള്ളിക്കളയുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ ചെയ്യുന്നത്. വളരെ വലിയൊരു പ്രസ്താവനയാണ് അല്ലെ? കാരണം പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അർജുനനെ പോലുള്ള ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിയും ധരിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് കൊണ്ട്, വധിക്കുന്നത് കൊണ്ട് എനിക്ക് പാപം വന്നു ചേരും, അങ്ങനെ ഞാൻ നരകലോകങ്ങളിൽ ചെന്ന് പതിക്കും, അധമ ലോകങ്ങളിൽ ചെന്ന് പതിക്കും അല്ലെ? നരകാദീൻ ലോകാൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ പാപം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അത് എന്റെ ശ്രേയസിനെ ബാധിക്കും, അതെന്റെ പുനർജന്മത്തെ ബാധിക്കും എന്നൊക്കെയാണ് കക്ഷി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഭഗവാൻ ഇവിടെ പറയാ അത് തെറ്റിദ്ധാരണയാണ് അർജുന. കാരണം സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിൽ കൂടെ മാത്രമേ ഒരാൾക്ക് പുണ്യത്തെ ആർജിക്കുവാൻ കഴിയൂ, പാപത്തെ ഇല്ലാതാക്കുവാനും കഴിയൂ. മാത്രമല്ല അതിനേക്കാളും രസകരമായിട്ടുള്ള ഒരു പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ, എപ്രകാരമാണ് സ്വധർമ്മം ആചരിക്കാതിരിക്കുന്നതിൽ കൂടെ നമുക്ക് പാപം വന്നു ചേരുന്നത്, അതുപോലെ തന്നെയാണ് ധർമ്മവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും പാപം വന്നു ചേരുന്നത്. ധർമ്മവിരുദ്ധമായിട്ടുള്ള അല്ലെ, ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ശാസ്ത്രങ്ങളും ആധ്യാത്മിക ഗുരുവുമെല്ലാം പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിൽ കൂടെ നമുക്ക് പാപം വന്നു ചേരും, എല്ലാവർക്കും അറിയുന്നതാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് വിഹിതമായിട്ടുള്ള, നമുക്ക് അർഹതപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ ഓരോ വർണ്ണത്തിനും ചാതുർവർണ്ണത്തിലോ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതിൽ കൂടെ പാപം വന്നു ചേരും. അതാണ് മനുസ്മൃതിയിലും അതുപോലെ തന്നെ മറ്റുള്ള യോഗസൂത്രങ്ങളിലെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. വിഹിതമല്ലാത്ത കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പാപം വന്നു ചേരുന്നു, ശരിയല്ലേ? അതുപോലെ വിഹിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതിൽ കൂടെയും പാപം വന്നു ചേരാം. രണ്ടാണ് ഇത്. നിരപരാധികളെ ശിക്ഷിക്കുന്നതിൽ കൂടെ നമുക്ക് പാപം വന്നു ചേരുന്നു, അതുപോലെ അപരാധികളായിട്ടുള്ള ആളുകളെ ശിക്ഷിക്കാതിരിക്കുന്നതിൽ കൂടെയും പാപം വന്നു ചേരുന്നു. കോടതിയിൽ രണ്ട് കാര്യങ്ങളാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ അർജുന, ധർമ്മവിരുദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പാപം വന്നു ചേരും, അത് ശാസ്ത്രസമ്മതമാണ്, ലോകപ്രസിദ്ധിയുള്ളതാണ്, എല്ലാവർക്കും അറിയാം, ഏത് ചെറിയ കുട്ടിക്കറിയാം. അതുപോലെ തന്നെയാണ് സ്വധർമ്മത്തെ ഉപേക്ഷിക്കുമ്പോൾ പാപം വന്നു ചേരുന്നത്. നീ സ്വധർമ്മത്തെ ഉപേക്ഷിക്കാൻ പോകുന്നു, ഇപ്പോഴാണ് നിനക്ക് പാപം വന്നു ചേരുന്നത്. അല്ലാതെ നീ മുത്തച്ഛനെ വധിക്കുന്നത് കൊണ്ടോ, നിന്റെ അധ്യാപകരെയോ അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരുജനങ്ങളെയോ ബന്ധുമിത്രാദികളെയോ ഉപദ്രവിക്കുന്നത് കൊണ്ടോ, അംഗവൈകല്യം വരുത്തുന്നത് കൊണ്ടോ, വധിക്കുന്നത് കൊണ്ടോ അല്ല. തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് നീ തസ്മാ ശാസ്ത്രം പ്രമാണം തേ, ശാസ്ത്രം പ്രമാണമാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്, വെറുതെ പറയുന്നതല്ല. ആളുകൾ പറയുന്നത് പോലെ വായിൽ തോന്നിയത് വിളിച്ചു പറയല്ല ചെയ്യുന്നത്, രാഷ്ട്രീയക്കാര് പറയുന്നത് പോലെ. ഞാൻ ശാസ്ത്ര സംബന്ധമായിട്ടുള്ള ആ ശാസ്ത്രങ്ങളെ എപ്രകാരമാണ് മനസ്സിലാക്കിയിട്ട് ഗുരുജനങ്ങളും ഗുരുശിഷ്യ പരമ്പരയുമുള്ള ആചാര്യന്മാര് പറയുന്നത്, അതനുസരിച്ച് ആ ധർമ്മവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പാപം ലഭിക്കുന്നു, അതുപോലെ സ്വധർമ്മം ഉപേക്ഷിക്കുമ്പോഴും പാപം വന്നു ചേരുന്നു. അതുകൊണ്ട് എതിർച്ചയാച്ച ഉപപന്നം, അതാ യാദൃച്ഛികമായിട്ട് വന്നു ചേർന്ന ഈ സൗഭാഗ്യത്തെ, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലെ, ഇതൊന്നും എല്ലാവർക്കും കിട്ടില്ല. വലിയ വലിയ യുദ്ധങ്ങള്, രാമരാവണ യുദ്ധം അല്ലെ, രാമായണ യുദ്ധം, മഹാഭാരത യുദ്ധം, 18ാം യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം, 1ാം ലോക മഹായുദ്ധം, 2ാം ലോക മഹായുദ്ധം, 3ാം ലോക മഹായുദ്ധം അല്ലെ, അങ്ങനെ വലിയ വലിയ യുദ്ധങ്ങളെല്ലാം നൂറ്റാണ്ടുകൾ കൂടുമ്പോഴാണ് വരുന്നത്, വല്ലപ്പോഴും വരുന്നതാണ്. അതിനെ നീ നല്ലപോലെ ഉപയോഗിക്കൂ. ഇനി വരാൻ പോകുന്നില്ലേ ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും,
നീ ചെറിയ ചെറിയ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതൊന്നും ധർമ്മയുദ്ധമല്ല, അതൊക്കെ ഓരോ ആവശ്യത്തിന് അല്ലെ. വനവാസ സമയത്ത് കുറച്ച് യുദ്ധം ചെയ്തിട്ടുണ്ട്, നീ അജ്ഞാതവാസ കാലത്ത് യുദ്ധം ചെയ്തിട്ടുണ്ട്, നീ ദ്രൗപതിയെ പാഞ്ചാലിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് സ്വയംവര മണ്ഡപത്തിൽ വെച്ച് യുദ്ധം ചെയ്തിട്ടുണ്ട്. അതൊക്കെയും അവനവന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഭൗതികാസക്തിക്ക് വെച്ചിട്ടാണ്. പക്ഷെ ധർമാനുസൃതമായിട്ടുള്ള യുദ്ധം ഇതാണ്. ഇതില് നീ യുദ്ധം ചെയ്ത് നിന്റെ ശ്രേയസിനെ വർദ്ധിപ്പിക്കൂ. സ്വർഗദ്വാരം അഭാവൃതം, സ്വർഗത്തിന്റെ കവാടം വാതില് നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു. നിന്നെ പോലെ വീരശൂര പരാക്രമികളായിട്ടുള്ള ക്ഷത്രിയന്മാർക്ക് വേണ്ടിയിട്ട് ആ സ്വർഗ കവാടം തുറന്നു വെച്ചിരിക്കുന്നു നിന്റെ പിതാവ്. എല്ലാവരെയും അവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. സുഖിനഹ ക്ഷത്രിയ പാർത്ത, അല്ലയോ പാർത്ത, പ്രതയുടെ പുത്ര, പൃഥ്വിയുടെ സംരക്ഷക, ഭൂമിയുടെ സംരക്ഷകനാണ് നീ. ഈ ഒരു രാജ്യത്തിന്റെ സംരക്ഷകനാണ്, രാജകുമാരനാണ്, ചക്രവർത്തി സാമ്രാട്ടാകേണ്ടവനാണ്. നിന്നെ പോലെയുള്ള സുഖികള്, സുഖം ആഗ്രഹിക്കുന്നവരായിട്ടുള്ള ക്ഷത്രിയ രാജകുമാരന്മാർക്ക്. കാരണം ഭഗവാൻ അറിയാം, അർജുനൻ അത്ര വലിയ ഭക്തനോ അല്ലെങ്കിൽ അത്ര വലിയ സന്യാസിയോ ഒന്നും ആയിട്ടൊന്നുമില്ല. അവന് ഇപ്പോഴും ആ കാമക്രോധ മോഹലോഭങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതുകൊണ്ടാണല്ലോ ഇത്രയും വിവാഹം കഴിച്ചിരിക്കുന്നത്, യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. തന്റെ സാമ്രാജ്യം വലുതാക്കണം, തനിക്ക് ഐശ്വര്യവും മറ്റുള്ള ധനവും എല്ലാം വന്നു ചേരണം എന്നുള്ള ആഗ്രഹം ഇപ്പോഴും ഉണ്ട് പുള്ളിക്കാരന്റെ മനസ്സിൽ. അതുകൊണ്ട് നിന്നെ പോലെ സുഖികളായിട്ടുള്ള സുഖലോലുപരായിട്ടുള്ള രാജാക്കന്മാർക്ക്, പൊതുവെ രാജാക്കന്മാർ അങ്ങനെയാണല്ലോ, രാജർഷിമാര് മാത്രമേ ഇതിനൊരു വേറൊരു തരത്തിലുള്ള, ബാക്കിയുള്ള സകല രാജാക്കന്മാരും ക്ഷത്രിയ രാജാക്കന്മാരുമെല്ലാം എല്ലാം ഈ വിഭാഗത്തിൽ വിടുന്നതാ. ഇങ്ങനെയുള്ള സുഖിന ക്ഷത്രിയ, സുഖം ആഗ്രഹിക്കുന്ന ക്ഷത്രിയ രാജാക്കന്മാർക്ക് ലഭന്തേ യുദ്ധം ഈദൃശം, ഇതുപോലെയുള്ള യുദ്ധമെല്ലാം വളരെ അപൂർവമായിട്ട് ലഭിക്കാറുള്ളൂ. നിനക്കിതാ അവസരം വന്നിരിക്കുന്നു. എത്രയോ ആളുകൾക്ക് അവസരം വന്നിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുന്നുണ്ട്. നിനക്കാണെങ്കിലോ യാദൃച്ഛികമായിട്ട് വന്നു ചേർന്നതാണ്, സൈന്യത്തിന്റെ സംരക്ഷകനും കൂടിയാണ്. അപ്പൊ വലിയൊരു റോളാണ് നിനക്ക് എടുക്കേണ്ടത്. ദയവ് ചെയ്തിട്ട് അതിന്റെ നായക സ്ഥാനത്ത് നിന്ന് നീ ഒരിക്കലും പോകരുതേ. നിന്നെ ആശ്രയിച്ചിട്ടാണ്, നിന്നെ കണ്ടിട്ടാണ് യുധിഷ്ഠിര മഹാരാജാവ് തന്നെ യുദ്ധത്തിന് സമ്മതിച്ചിരിക്കുന്നത് അല്ലെ. കാരണം നിന്നെ കൊണ്ട് മാത്രമേ കർണനെയും അതുപോലെ തന്നെ ഭീഷ്മ പിതാമഹനെയും ദ്രോണാചാര്യരെയും കൃപാചാര്യരെയും എല്ലാം തോൽപ്പിക്കാൻ സാധിക്കുള്ളൂ. വേറെ ആർക്കും തന്നെ സാധിക്കില്ല. നിന്നിൽ മാത്രമേ വലിയ വലിയ അസ്ത്രങ്ങളുള്ളൂ. പാശുപതാസ്ത്രം, ആഗ്നേയാസ്ത്രം, ഇന്ദ്രാസ്ത്രം അല്ല, പൈതമഹാസ്ത്രം, നാരായണാസ്ത്രം, ബ്രഹ്മാസ്ത്രം, ഇതൊക്കെ നിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നീ അതെല്ലാം ഉപയോഗിച്ച് സൈന്യത്തെ തകർക്കൂ, ആ പ്രതിപക്ഷത്തെ, ആ എതിർ സൈന്യത്തെ എല്ലാം നീ നശിപ്പിക്കൂ എന്ന് പറഞ്ഞ് അവന്റെ സ്വധർമ്മത്തെ ഉത്തേജിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങി വരാം. സാധാരണക്കാരനെ പോലെ ഭഗവാൻ വീണ്ടും താഴേക്ക് ഇറങ്ങി വന്നിട്ട് പറയാണ്, ഇനി നീ ചെയ്തില്ലെങ്കിൽ അല്ലെ. അർജുനൻ ചോദിച്ചു, അല്ല ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ, യുദ്ധം ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക അല്ലെ, എന്താ ഉണ്ടാവാൻ പോണെന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, യുദ്ധം ചെയ്തില്ലെങ്കിൽ കുറെ കാര്യങ്ങൾ നിന്നിൽ വന്നു ചേരും, ആവശ്യമില്ലാത്ത ദോഷങ്ങള്, പാപങ്ങൾ വന്നു ചേരും, മഹാപാപങ്ങൾ വന്നു ചേരും. അതെല്ലാം എണ്ണി എണ്ണി പറയുകയാണ് ഭഗവാൻ അടുത്ത 3 ശ്ലോകങ്ങളിൽ കൂടെ ചെയ്യുന്നത്. എന്താണെന്ന് നോക്കാം. ശ്ലോകം 33. ശ്രീ ഭഗവാനുവാച, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പറഞ്ഞു, അദാച്വേതമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തഥാ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. വിവർത്തനം, ട്രാൻസ്ലേഷൻ. അല്ലയോ പാർത്ഥ, അതല്ല, ധാർമ്മികമായി ഈ സമരം നീ ചെയ്യുന്നില്ലെങ്കിൽ സ്വന്തം കടമ നിറവേറ്റാതിരുന്നത് കൊണ്ട് നീ തീർച്ചയായും പാപം കയ്യേൽക്കും. യുദ്ധവീരൻ എന്ന നിന്റെ യശസ് നഷ്ടപ്പെടുകയും ചെയ്യും. ഈ ശ്ലോകത്തിന്റെ ആശയ വിശദീകരണം, ഭാവാർത്ഥം, പർപ്പട്ട്. ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. അർജുനൻ ഒരു പ്രശസ്ത യോദ്ധാവാണ്. അദ്ദേഹം അനേകം ദേവന്മാരെ, പരമശിവനെ പോലും യുദ്ധത്തിൽ തോൽപ്പിച്ച് കീർത്തി നേടിയിട്ടുണ്ട്. കാട്ടാള വേഷധാരിയായ പരമശിവനെ പൊരുതി തോൽപ്പിച്ച ശേഷം അദ്ദേഹത്തെ പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിൽ നിന്നും പാശുപതാസ്വം സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു മഹായോദ്ധാവാണെന്ന് എല്ലാവർക്കും അറിയാം. ദ്രോണാചാര്യനും ആശീർവദിച്ച് ഗുരുവിനെ പോലും ഹിംസിക്കാൻ കഴിവുള്ള ഒരു സവിശേഷമായ ആയുധം അർജുനന് സമ്മാനിച്ചിരുന്നു. പിതാവായ ദേവേന്ദ്രൻ ഉൾപ്പെടെ അസംഖ്യം പ്രാമാണികരിൽ നിന്ന് വിജയ ഉപഹാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്.
ആദ്യത്തെ ദോഷം പറയാ, അല്ല അർജുന, ഇനി എന്റെ വാക്ക് കേൾക്കാതെ അല്ലെങ്കിൽ നീ സ്വധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ യുദ്ധം കരണീയമല്ല എന്ന് വിചാരിച്ച് നീ ഇവിടെ നിന്ന് പോകുകയാണെങ്കിൽ, ഈ രണാങ്കണത്തിൽ നിന്ന്, ഈ യുദ്ധകളത്തിൽ നിന്ന് പോയിട്ട് നീ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വനത്തിലോ അല്ലെങ്കിൽ വനാന്തര ഭാഗത്തോ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നീ ഭിക്ഷാടനമോ അല്ലെങ്കിൽ തപസ്സോ അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് നിന്റെ ജീവിതം തള്ളി നീക്കുകയാണെങ്കിൽ നിനക്ക് പുണ്യമല്ല വന്നു ചേരുക, പാപമാണ് വന്നു ചേരുക. അർജുനന്റെ ആദ്യത്തെ തെറ്റിദ്ധാരണ മാറ്റുകയാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. എന്താ പറയുന്നത്? അഥവാ അതല്ലെങ്കിൽ തന്നെ ഞാൻ ഈ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലെങ്കിൽ അല്ലെങ്കിൽ നീ അത് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ, അല്ല ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് വിശ്വാസമില്ലെങ്കിൽ, നീ അത് ചെയ്യുന്നില്ലെങ്കിൽ, അതാണ് മുൻപിലത്തെ ശ്ലോകവുമായിട്ട് ഘടിപ്പിക്കുമ്പോഴാണ് ഈ അധ എന്നെല്ലാം വന്നു ചേരുന്നത്. ഞാൻ കഴിഞ്ഞ ശ്ലോകങ്ങളിലെല്ലാം പറഞ്ഞ ആ പാരമാർത്ഥിക വ്യാവഹാരിക തലത്തെ നീ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, ചേത്തമിമം ധർമ്മ്യം സംഗ്രാമം, ഈ ധർമാനുസാരിയായിട്ടുള്ള സംഗ്രാഹം, യുദ്ധത്തെ വളരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള, നിയമവശങ്ങളെല്ലാം എഴുതി ചേർത്തിട്ടുള്ള, അല്ലെ, ആ സ്വർഗലോകത്തിലേക്ക് പോകാനായിട്ട് എല്ലാ ക്ഷത്രിയന്മാരും ആഗ്രഹിക്കുന്ന ഈ ധർമാനുസാരിയായിട്ടുള്ള, ധർമാനുകൃതമായിട്ടുള്ള ഈ സംഗ്രാമം, ഈ യുദ്ധത്തെ കരിഷ്യസി, നീ ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെ. കാരണം അർജുനൻ അറിയാം ഇത് സംഗ്രാഹമാണ്, അതുപോലെ തന്നെ ഇത് ധർമാനുസാരിയാണെന്ന്. കാരണം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, 1-ാം അധ്യായത്തിൽ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നു. കാരണം അർജുനൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സംഗ്രാമത്തിൽ എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിട്ടുള്ള ആ പ്രതിപക്ഷത്തെ, ആരാണ് എന്നോട് എതിർക്കാൻ വന്നിട്ടുള്ളത്, അവരെ ഞാനൊന്ന് കാണട്ടെ എന്ന ഒരു ശ്ലോകം പറയുന്നുണ്ട്. അപ്പൊ ഇത് ധർമാനുസാരിയാണ്, ഇത് അനുഷ്ഠിക്കേണ്ടതാണ്, ഇത് ക്ഷത്രിയന്മാർക്ക് അവകാശപ്പെട്ടതാണ്, ഇത് ധർമ്മയുദ്ധമാണ് എന്നെല്ലാം ആർക്കറിയാം? അർജുനൻ അറിയാം. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ അതേ പദങ്ങളും അതേ വാക്കുകൾ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അർജുനൻ അത് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ പറയില്ലേ? അപ്പൊ അതുകൊണ്ട് അർജുന ഇതെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ധർമ്മയുദ്ധമാണെന്ന് നീ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഉദ്യമം കരിഷ്യസി, നീ ചെയ്യുന്നില്ലെങ്കിൽ, നീ അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ, നീ ഇവിടെ നിന്ന് പോകുകയാണെങ്കിൽ, തദഹ അനന്തരം നിനക്ക് എന്താ വന്ന് ചേരാന്നറിയോ? സ്വധർമ്മം കീർത്തിം ച, നിന്റെ സ്വധർമ്മം നീ അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ കീർത്തി, നിന്റെ കീർത്തി, പേരും പ്രശസ്തിയും എല്ലാം നഷ്ടപ്പെടും, അല്ലെ. ഇപ്പോ നീ ആരാന്ന് വിചാരിച്ചിരിക്കുന്നത്? 14 ലോകങ്ങളിലും നിന്റെ പേരും പ്രശസ്തിയുമുണ്ട്. എവിടെ ചെന്നാലും അർജുനൻ 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 അർജുനൻ, അല്ലെ. അവിടെ ധനുർവിദ്യയിൽ ആരാണ് കേമൻ? അർജുനൻ. യുദ്ധത്തിൽ ആരാണ് കേമൻ? അർജുനൻ, അല്ലെ. സകല ആയുധങ്ങളും അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും, അല്ലെ, ദൂരെയുള്ള വസ്തുക്കളെ വധിക്കുവാൻ അല്ലെങ്കിൽ ദൂരെയുള്ളതിനെ നശിപ്പിക്കുവാൻ, ദൂരെയുള്ള വ്യക്തികളുമായിട്ട് യുദ്ധം ചെയ്യുന്ന അസ്ത്രങ്ങളും അടുത്തുള്ള ആളുകളുമായിട്ട് യുദ്ധം ചെയ്യുന്ന ശസ്ത്രങ്ങളും എല്ലാം നിനക്കറിയാം. ധനുർവിദ്യ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ളതാണ്. എല്ലാവരിൽ നിന്നും നിനക്ക് അനേകം ആയുധങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മഹാദേവനെ, പരമശിവനെ തോൽപ്പിച്ച് പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിൽ നിന്ന് പാശുപതാസ്ത്രം ലഭിച്ചു. ദേവലോകത്തേക്ക് നീ പോയ സമയത്ത് അവിടെ നിവാത കവചന്മാര് യുദ്ധത്തിന് വന്നു, നിന്റെ പിതാവായിട്ടുള്ള ദേവേന്ദ്രനെ തോൽപ്പിക്കാനായിട്ട്. അവരെയെല്ലാം നീ ഒറ്റയ്ക്ക് തോൽപ്പിച്ചു. അവിടെ വെച്ച് കുറെ ആയുധങ്ങളും വരങ്ങളും എല്ലാം നിനക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലെ. അതുപോലെ തന്നെ നിന്റെ ആ ശുഷ്കാന്തിയില്, നിന്റെ ആ ഗുരുവിനോടുള്ള പ്രേമം, അതുപോലെ തന്നെ ഈ ധനുർവിദ്യയോടുള്ള ഏകാഗ്രത കണ്ട് നിന്റെ ഗുരു സന്തോഷിച്ചിട്ട് ഗുരുവിന്റെ പുത്രനേക്കാളും കൂടുതൽ ആയുധങ്ങൾ നിനക്ക് നൽകുകയുണ്ടായി. അശ്വത്ഥാമാവിനേക്കാളും കൂടുതൽ നിന്നെ ബഹുമാനിക്കുന്നുണ്ട്, നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അശ്വത്ഥാമാവിന് പറഞ്ഞു കൊടുക്കാത്ത പല അസ്ത്രങ്ങളും നിനക്ക് ഉപദേശിച്ചിട്ടുണ്ട് അർജുന. ഇത് നീ തന്നെ പറയാറുള്ളതല്ലേ, നിനക്കറിയുന്നതല്ലേ. അങ്ങനെ പേരും പ്രശസ്തിയും നീ നേടിയിട്ടുണ്ട്. എവിടെ ചെന്നാലും നിന്റെ പേരാണ്. എന്തിന്? നിന്റെ ശത്രുക്കളായിട്ടുള്ള ദുര്യോധനനും ദുശാസനനും കർണനും ശകുനിമാമയ്ക്കും എല്ലാവരുടെ മനസ്സിലും നിന്നെ കുറിച്ചുള്ള ബഹുമാനമുണ്ട്. പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ല, അവരുടെ മനസ്സിലുണ്ട്. എനിക്കറിയാം, കാരണം ഭഗവാൻ അന്തരാമിയാണ്, ഭഗവാൻ അറിയാം. അപ്പൊ അവര് ഈ ധാർഷ്ട്യം, ധിക്കാരം, നിന്നോടുള്ള വെറുപ്പൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിലും നിന്റെ ആ ഒരു ചിത്രം വളരെ വലുതാണ്. അതൊന്നും നശിപ്പിക്കരുത്.
നിന്റെ കീർത്തി നഷ്ടപ്പെടും നീ യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ. ന കരിഷ്യസി, നിന്റെ സ്വധർമ്മം ന കരിഷ്യസി. മാത്രമല്ല ഇത് സംഗ്രാമമാണ്, ഇത് ധർമ്മയുദ്ധമാണ്. ഈ സ്വധർമ്മമായിട്ടുള്ള ധർമ്മയുദ്ധം നീ ചെയ്യുന്നില്ലെങ്കിൽ നിന്റെ കീർത്തി, നിന്റെ പേരും പ്രശസ്തിയുമെല്ലാം നഷ്ടപ്പെടും. ഹിത്വാ പാപം അവാപ്സസി, മാത്രമല്ല നീ പാപത്തെ ആർജിക്കുകയും ചെയ്യും. നീ ഇതുവരെ ചെയ്തിട്ടുള്ള സകല പുണ്യങ്ങളും ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, നിന്റെ സകല പുണ്യങ്ങളും നശിച്ച് എരിഞ്ഞ് ചാമ്പലായിട്ട് ഈ ഒരു സ്വധർമ്മം അനുഷ്ഠിക്കാതിരിക്കുന്നത് കൊണ്ട് ഇതുവരെ നീ ചെയ്തിട്ടുള്ള സകല പുണ്യപ്രവർത്തികളും അതാ ആ ഹോമകുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു വിറക് കൊള്ളിയെ പോലെ, അല്ലെങ്കിൽ ഒരു ചകിരിയെ പോലെ, ചിരട്ടയെ പോലെ അതെല്ലാം കത്തി നാശമായിട്ട് വെണ്ണീറായിട്ട് മാറും. എന്നിട്ട് നരകാദി ലോകങ്ങളിലേക്ക്, അല്ലെ, അന്ധേന തമസാവൃത അസൂര്യ നാമതേ ലോക അന്ധേന തമസാവൃത, ആ സൂര്യപ്രകാശം എത്താത്ത അധമലോകങ്ങളിലേക്ക് നീ എത്തിച്ചേരേണ്ടി വരും. അവിടെ ചെന്നിട്ട് നരകയാതനകൾ. കാരണം ഇതെല്ലാം അർജുനൻ 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ധർമ്മക്ഷയം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്വധർമ്മത്തെ നശിപ്പിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു? കുലത്തെ നശിപ്പിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു? അപ്പൊ ഇനി പ്രത്യേകിച്ച് കൂടുതൽ ഭഗവാന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഈ കക്ഷി തന്നെ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അപ്പൊ അർജുന, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കൂ, എന്നിട്ട് നീ ഒരു തീരുമാനമെടുക്കൂ, അല്ലെ? അങ്ങനെ നിനക്ക് അവിചാരിതമായിട്ട് യാദൃച്ഛികമായിട്ട് വന്നു ചേർന്നിട്ടുള്ള ധർമാനുസാരിയായിട്ടുള്ള ഈ സുഖികളായിട്ടുള്ള ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ള ഈ യുദ്ധം നീ ചെയ്യുന്നില്ലെങ്കിൽ, സ്വധർമ്മം നീ ചെയ്യുന്നെങ്കിൽ, യുദ്ധം എന്ന് പറഞ്ഞ അർജുനന്റെ ഇവിടുത്തെ സ്വധർമ്മമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ യുദ്ധം ചെയ്യാൻ ഭഗവാൻ പ്രേരിപ്പിക്കുകയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ അന്യമതക്കാരും നിരീശ്വരവാദികളും യുക്തിവാദികളും എല്ലാം പറഞ്ഞു കൊടുക്കണ പോലെ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. അർജുനനെ സംബന്ധിച്ച് ഇപ്പോ യുദ്ധം അനിവാര്യമാണ്, സ്വധർമ്മമാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി. അതുകൊണ്ട് ഈ സ്വധർമ്മം നീ ചെയ്യുന്നില്ലെങ്കിൽ ന കരിഷ്യസി, നിനക്ക് എന്താണ്? ഹിത്വാ പാപം അവാപ്സസി, നീ ഇത് ഉപേക്ഷിക്കുകയാണെങ്കിൽ പാപം നിനക്ക് വന്നു ചേരും. പാപത്തെ പ്രാപിക്കുകയാണ് നീ ചെയ്യുന്നത്. വെറുതെ ഇരിക്കുന്നതിനെ നീ അതിനെ ചെന്ന് പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നീ സ്വധർമ്മത്തെ ആചരിക്കൂ, അല്ലെ? സ്വധർമ്മം ആചരിച്ച് നീ വീണ്ടും പേരും പ്രശസ്തിയും ചേരൂ. അല്ല, മരിക്കുകയാണെങ്കിൽ സ്വർഗലോകത്തിൽ ചെന്ന് ചേരാം. സ്വധർമ്മം ആചരിച്ച് നീ വയസ്സായിട്ട് വാർദ്ധക്യം വന്ന് മരിക്കുന്നതിലൂടെ നിനക്ക് പരമപദത്തെയും പ്രാപിക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഉയർച്ചയാണ്, പുണ്യമാർജിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ചെയ്യാതിരിക്കുകയാണെങ്കിലോ പാപത്തെ നീ പുണരുകയാണ് ചെയ്യുന്നത്, പാപത്തെ കയ്യിലെടുക്കുകയാണ് ചെയ്യുന്നത്. പേരും പ്രശസ്തിയും നിന്റെ കീർത്തിയും നാമവും പദവിയും എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നു. അതിനേക്കാളും വളരെ മോശകരമായിട്ടുള്ള അവസ്ഥയുണ്ട്. എന്താണ്? അടുത്തതിൽ പറയാണ്, 2-ാമത്തെ കാരണം പറയാണ്. ശ്രീ ഭഗവാനുവാച അകീർത്തിം ചാഭിഭൂതാനി കഥയിഷ്യന്തി തേവയാം സംഭാവിതസ്യ ചാകീർത്തിർ മരണാധതിരിച്യതേ. വിവർത്തനം, ട്രാൻസ്ലേഷൻ. അല്ലയോ അർജുന, ജനങ്ങളെല്ലാം നിന്നെ പഴിക്കും. ഒരു മാന്യ വ്യക്തിക്ക് മരണത്തെക്കാൾ ദുസ്സഹമാണ് അപമാനം. ഈ ശ്ലോകത്തിന്റെ ആശയ വിശദീകരണം, ഭാവാർത്ഥം, പർപ്പട്ട്. ഭാവാർത്ഥം എഴുതിയ അഭയചരണ അരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. സുഹൃത്തിന്റെയും തത്വചിന്തകന്റെയും നിലയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്യില്ലെന്ന അർജുനന്റെ നിശ്ചയത്തെ പറ്റി അവസാന വിധി അരുളുകയാണ്. അല്ലയോ അർജുന, പോരിന് മുൻപ് തന്നെ ഈ രണാങ്കണം വിട്ടുപോയാൽ നീ ഭീരുവെന്ന് വിളിക്കപ്പെടും. രണാങ്കണത്തിൽ നിന്ന് ഓടിപ്പോയി ജീവൻ രക്ഷിക്കുകയാണെന്ന് വിചാരിക്കുക, നിനക്ക് ദുഷ്പേരുണ്ടാകും. ഇതിലും ഭേദം യുദ്ധത്തിൽ മരിക്കുകയാണ്. ഇതാണ് എന്റെ ഉപദേശം. ഭഗവാൻ തന്റെ അന്തിമമായിട്ടുള്ള വാക്ക് പറയുകയാണ്, അല്ലെ? ഏതൊക്കെ തലത്തിൽ നിന്നിട്ട് ഏറ്റവും മുകളിൽ പോയിട്ട് പാരമാർത്ഥിക തലത്തിൽ വേദാന്തിയെ പോലെ, ഒരു ജ്ഞാനിയെ പോലെ, ഒരു ഗുരുവിനെ പോലെ സംസാരിച്ചു. ഇടയിൽ വന്നിട്ട് ഒരു സുഹൃത്തിന്റെയും തത്വചിന്തകന്റെയും നിലയിൽ വന്ന് സംസാരിച്ചു. അതിന്റെ താഴേക്കിട ഇറങ്ങി വന്നിട്ട് സാധാരണക്കാരനെ പോലെ സംസാരിച്ചു, അല്ലെ? അങ്ങനെ അകീർത്തിയെ കുറിച്ചിട്ട് സംസാരിച്ചു. ഇനി എന്താണ്? അപമാനത്തെ കുറിച്ച്, അകീർത്തിയെ കുറിച്ചിട്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇനി ഈ ശ്ലോകത്തിൽ എന്തിനെ കുറിച്ചിട്ടാ പറയുന്നത്? അപമാനം. അകീർത്തിം ച അഭിഭൂതാനി കഥയിഷ്യന്തി തേവയാം.
അർജുന, ഈ ആളുകളെല്ലാം ഭൂതാനി, ഈ നിൽക്കുന്ന ആളുകള്, രാജാക്കന്മാര്, ക്ഷത്രിയന്മാര്, വീരയോദ്ധാക്കള്, അല്ലെ, രഥികള്, അതിരഥികള്, മഹാരഥന്മാര്, അങ്ങനെ ഭാരതത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ സകല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ഈ ആളുകള് അകീർത്തിം, നിന്നെ കുറിച്ചിട്ട് നിന്റെ പേരും പ്രശസ്തിയും എല്ലാം നശിപ്പിക്കാനായിട്ട് ഓരോ കഥകളെല്ലാം ഉണ്ടാക്കി. എങ്ങനത്തെ തേ അവ്യയാം, നാശരഹിതമായിട്ടുള്ള കഥകൾ, കാലാകാലങ്ങൾ നിൽക്കുന്ന, അല്ലെ, നിന്റെ തലമുറയ്ക്ക് ശേഷം, നിന്റെ മക്കളുടെ തലമുറയ്ക്ക് ശേഷം, അവരുടെ പേരക്കുട്ടികളുടെ തലമുറയ്ക്ക് ശേഷം, അങ്ങനെ വളരെയധികം മോശമായിട്ട് തലമുറകളോളം നിൽക്കുന്ന മോശപ്പെട്ട കഥകളെല്ലാം നിന്നെ കുറിച്ച് അവര് പറഞ്ഞുണ്ടാക്കും, അല്ലെ. അർജുനൻ അവനെ ഇത്ര പേടിത്തൊണ്ടനാണെന്ന് അറിഞ്ഞില്ല. അയ്യേ, അവനൊക്കെയാണ് നമ്മൾ വീരശൂര പരാക്രമി എന്ന് വിളിച്ചത്. അവൻ യുദ്ധം ചെയ്യാനായിട്ട് കർണനോട് ഭയാത്ര അവന്, അല്ലെ. എന്തൊക്കെയായിരുന്നു, കർണനെ ഞാൻ കൊല്ലും, ദുര്യോധനന്റെ തൊടടിച്ചു പൊളിക്കും, ദുശാസനന്റെ മാറ് പിളർക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, എല്ലാവരെയും ഞാൻ ആ ഒരു വയലിലെ കളകളെ പോലെ അരിഞ്ഞു വീഴ്ത്തും, എന്തൊക്കെയായിരുന്നു. ഇപ്പൊ അതാ ഓടിപ്പോയിരിക്കുന്നു ഭയം കൊണ്ട്, അല്ലെ. അയ്യോ, ഇത്രയും പേടിത്തൊണ്ടനാണെന്ന് അറിഞ്ഞില്ല. ഇവനൊക്കെയാണോ നമ്മള് ആരാധിച്ചിരുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കും, അല്ലെ. അവനെ ആ മഹായുദ്ധങ്ങള് കിട്ടിയതൊക്കെയും അവന്റെ കഴിവ് കൊണ്ടൊന്നല്ല, അതെന്തെങ്കിലുമൊക്കെ പൈസ കൊടുത്തിട്ടാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവന് കിട്ടിയതായിരിക്കും. അല്ലെങ്കിൽ ഗുരുവിന്റെ കാല് പിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഗുരുവിന്റെ വസ്ത്രം ഇറക്കി കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആടിയും കാലം പിടിച്ച് മണിയടിച്ചിട്ട് ക്യാൻവാസ് ചെയ്തിട്ട് കിട്ടിയതായിരിക്കും, അല്ലാണ്ട് അവന്റെ കഴിവ് കൊണ്ടൊന്നല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കും. അത് ആലോചിച്ച് നോക്കൂ, അല്ലെ. അങ്ങനെ നിന്റെ കീർത്തി നഷ്ടപ്പെട്ടിരിക്കുന്നു, നിനക്ക് അപമാനവും വന്നു ചേർന്നിരിക്കുന്നു. രണ്ടും കൂടി അയാളുടെ സ്ഥിതി എന്തായിരിക്കും? സംഭാവിതസ്യ ജാകീർത്തിർ. ഇങ്ങനെ അപമാനം, അകീർത്തി വന്നു പെട്ട് കഴിഞ്ഞാൽ അത് നല്ല ആളുകൾക്ക്, സംഭാവിതസ്യ, ലോകത്തില് അനുഭവ സമ്പത്തുള്ള ആളുകൾക്ക്, ആ സമൂഹത്തില് മാന്യനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മരണാദതിരിച്ചത്, അത് മരണത്തെക്കാൾ അതിരിച്ചത് ദുസ്സഹമാണ്, അധികമാണ്, അല്ലെ. മരണം ഉണ്ടായാലും കുഴപ്പമില്ല, മരിച്ചു, നമ്മൾ പോയി, ഇനിയിപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ അറിയാൻ പോകുന്നുണ്ടോ? ഇല്ല. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളെ കുറിച്ചിട്ട് മോശം വാക്കുകള്, മോശം കഥകള്, അല്ലെ, മോശം ഇതൊക്കെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അത് മരണത്തെക്കാൾ ദുസ്സഹമാണ്. അവൻ ജീവിച്ചിരുന്നിട്ട് യാതൊരു പ്രയോജനമില്ല. അപ്പൊ ഇവിടെ അകീർത്തിയും അപമാനം തമ്മിലുള്ള ബന്ധം എന്താണ്? വ്യത്യാസം എന്താണ്? ഭേദം. അകീർത്തി അത് പരോക്ഷമായതാണ്, നമ്മൾ അറിയുന്നില്ല. പ്രഭുവിനെ കുറിച്ചിട്ട് അവിടെ ഞങ്ങൾ തൃശ്ശൂർ പോയപ്പോ എന്തൊക്കെ പറഞ്ഞു നടന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ രഥയാത്രയ്ക്ക് പോയി, അല്ലെങ്കിൽ ഞങ്ങൾ സൗത്ത് വൃന്ദാവനിൽ പോയി, അല്ലെങ്കിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി, അല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലത്ത് പോയി. അപ്പൊ പ്രഭുവിനെ കുറിച്ച് അല്ലെങ്കിൽ മാതാജിയെ കുറിച്ചിട്ടൊക്കെ മോശമായിട്ട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അയ്യോ, എന്താ പറഞ്ഞത്? അയ്യോ, അതൊന്നും പറയാൻ പറ്റില്ല പ്രഭു എന്ന് പറയും. അതാണ് അകീർത്തി, പരോക്ഷമായതാണ്. അത് ചെറിയൊരു വിഷമം ഉണ്ടാക്കുന്നെങ്കിലും അത് നമ്മൾ കേൾക്കുന്നില്ല, കാണുന്നില്ല, അത് പോട്ടെ. അങ്ങനെ പരോക്ഷ തിരസ്കാരി ഭവ, അതാണ് അകീർത്തി. പരോക്ഷമായിട്ട് നമ്മൾ തിരസ്കരിക്കുക, അറിയാതെ, അല്ലെ. എവിടെ എന്തൊക്കെ പറയുന്നു, പലരും പല കഥകള്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ മതി. അപ്പൊ അത് നമ്മളെ തിരസ്കര ഭാവത്തിൽ വരുന്നില്ല. പക്ഷെ ഇവിടെ അപമാനം, അല്ലെ. അപമാനം എന്താണ്? പ്രത്യക്ഷ തിരസ്കാരി ഭവ. പ്രത്യക്ഷത്തിലാണ് വരുന്നത്. പ്രത്യക്ഷത്തിൽ നമ്മളെ തിരസ്കരിക്കാം. അതായത് എല്ലാവരും നിരന്ന് നിൽക്കുന്ന സമയത്ത് നമ്മളും ഉണ്ട്. ആരെങ്കിലും വന്ന് ഹരേ കൃഷ്ണ പറയുന്നു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, തോളത്ത് തട്ടുന്നു, വിശേഷങ്ങൾ ചോദിക്കുന്നു, നമ്മളെ ഒഴിവാക്കുന്നു, അല്ലെ. അത് തിരസ്കാര ഭാവ. എങ്ങനെ? പ്രത്യക്ഷത്തില് നമ്മൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അത് നമ്മളെ വളരെയധികം വിഷമം ഉണ്ടാക്കും. അല്ലെങ്കിൽ ആരോ വന്നിട്ട് എഴുന്നേൽക്കൂ, അതെ നമുക്ക് അടുത്ത ഇതിലിരിക്കട്ടെ, ഇത് മാന്യന്മാരിരിക്കുന്ന ഇതാണ്. അപ്പോ നമ്മള് ആ അപമാനം വന്നു ചേരുന്നു, അല്ലെ. അല്ലെങ്കിൽ എല്ലാവരെയും പേര് വിളിച്ചു, മാലയിട്ടു, സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുത്തു, നമ്മളെ മാത്രം വിളിച്ചില്ല. പ്രത്യക്ഷ തിരസ്കാരം, അല്ലെ. ഇതാണ് അപമാനം. മറ്റേതെന്താണ്? പരോക്ഷ. അത് നമ്മൾ അറിയണില്ല, കുഴപ്പമില്ല. അറിഞ്ഞാലും കുഴപ്പമില്ല, അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ആരൊക്കെ പറയണതാ? അതിൽ നമ്മൾ ഞാൻ കേട്ടിട്ടില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ, അതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ചിലപ്പോഴേ അസൂയാലുക്കളായിട്ടുള്ള നിങ്ങൾ പറഞ്ഞുണ്ടാക്കണതോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷെ ഇത് അപമാനം, അവമതി എന്താണ്? അത് പ്രത്യക്ഷ ഭാവത്തിലാണ് വരുന്നത്. അത് ഒഴിവാക്കാൻ പറ്റില്ല നമുക്ക്.
അത് നമ്മളെ കൂടുതല് ആ ഭൂമി പിളർന്ന് നമ്മൾ താഴോട്ട് പോയാലോ എന്ന് വിചാരിക്കുക. അതാണ് മരണാധതിരിച്ചത്. മരണത്തെക്കാൾ ദുസ്സഹമാണ് അല്ലെ. ആളുകൾ നമ്മളെ കാണുമ്പോ ആകാശത്തേക്ക് നോക്കി നടത്തുക, നക്ഷത്രങ്ങളെ എണ്ണണ പോലെ നോക്കുക. അതുവരെയ്ക്ക് ഇങ്ങനെ നമ്മുടെ നേരെ നോക്കിയിട്ട് വന്നിട്ടുള്ള ആൾക്കാർ നമ്മളെ കണ്ട വഴിക്ക് തന്നെ വഴി മാറി സഞ്ചരിക്കുക. അല്ല, നമ്മളെ കാണുമ്പോ തുപ്പുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെയധികം അപമാനമുണ്ടാവും, അവമതി ഉണ്ടാകും. അത് നമ്മളെ ഏറ്റവും ചെറിയവനായിട്ട് ഭവിക്കും. സംഭാവിതസ്യ, സമൂഹത്തില് മാന്യനായിട്ടുള്ള ഒരു വ്യക്തിക്ക്, നല്ല പോലെ ജീവിതം നയിക്കുന്ന പരിശുദ്ധ ഭക്തന് മരണാധതിരിച്ചത്, മരണത്തെക്കാൾ ദുസ്സഹമാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ. അല്ല, ഇതൊക്കെയും ഒരു നല്ല ഭക്തനെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം അവന്റെ സ്വധർമ്മം അവന്റെ കർമ്മങ്ങള് നല്ല പോലെ ആചരിച്ച് അനുഷ്ഠിച്ച് മറ്റുള്ളവരുടെ വാക്കുകൾക്കൊന്നും ചെവി കൊള്ളാതെ, അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ അടുക്കും ചിട്ടയോടും കൂടി തന്റെ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് ഭഗവത് ഭക്തിയുത സേവനം ചെയ്തിട്ട് അവന് മോക്ഷത്തെ പ്രാപിക്കാം. ഇതൊന്നും അവന് വിഷയമേ അല്ല. പക്ഷെ ഇവിടെ അർജുനൻ വിഷാദഗ്രസ്തനാണ്, ശോകമൂകനാണ് അവൻ. അപ്പൊ അതുകൊണ്ട് അർജുനനെ ആ ശോകത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ആദ്യം ഒരു വിടുതൽ വരുത്തണം. അതിനാണ് ഭഗവാൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവന്റെ ആ ദുഃഖത്തെയെല്ലാം ഉപേക്ഷിച്ചിട്ട് അവന്റെ ആ വീരശൂര പരാക്രമത്വം ഉത്തേജിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അർജുന, നീ ക്ഷത്രിയനാണ്, നീ പാണ്ഡു മഹാരാജാവിന്റെ പുത്രനാണ്, നീ കുന്തി ദേവിയുടെ പുത്രനാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവനെ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ച് ഭഗവാൻ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഭക്തന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു യോഗിക്ക് വേണ്ടിയിട്ടോ സന്യാസിക്ക് വേണ്ടിയിട്ടോ അല്ല, ഇതൊരു സാധാരണക്കാരന് വേണ്ടിയിട്ട്. രാമായണത്തില് ഹനുമാൻ തന്റെ കഥകളെല്ലാം പൂർവചരിത്രമെല്ലാം വിസ്മരിച്ച് മറന്നുപോയിട്ട് ഒരു സാധാരണ കുരങ്ങനെ പോലെ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോഴാണ് ജാമ്പവാനും സുഗ്രീവനും മറ്റുള്ള ആളുകളെല്ലാം കൂടിയിട്ട് അവന് പഴയ കഥകളെല്ലാം പറഞ്ഞു കൊടുത്ത്, അല്ലയോ ഹനുമാനെ, നീ സാധാരണ ഒരു വാനരനല്ല, നീ കഴിവുള്ളവനാണ്, എഴുന്നേൽക്കൂ, ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ, പരാക്രമിയാണ് നീ, നിന്റെ പൂർവവൃത്താന്തമെല്ലാം ഞങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അവിടെ അറിയാലോ ആ സമുദ്രലംഘനം ചെയ്യുന്ന സമയത്ത് തന്റെ പൂർവ്വകഥകളെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിനെ ഉത്തേജിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ വർദ്ധിച്ച വീര്യമെല്ലാം ലഭിച്ച് ഒറ്റച്ചാട്ടത്തിന് ഹനുമാൻ ആ സമുദ്രത്തെയെല്ലാം ചാടിക്കടന്നു. അതുപോലെ ഇവിടെ ഈ യുദ്ധമാകുന്ന വലിയ സമുദ്രം ചാടിക്കിടക്കേണ്ടത് വലിയ അത്യാവശ്യമാണ്. അതിനെ തരണം ചെയ്യണം. അപ്പോ വേദാന്ത ചിന്തകൾക്ക് തത്വചിന്തകൾക്കെല്ലാം ഒരു പരിമിതിയുണ്ട് അല്ലെ, മോട്ടിവേഷൻ കാര്യങ്ങൾക്കൊക്കെ. അതിനേക്കാളും ഉപരി തന്റെ കഴിവുകളെല്ലാം അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും പറഞ്ഞുകൊണ്ട് ഒരു ആധ്യാത്മിക ഗുരുവിന്റെ പ്രാധാന്യം ഇവിടെയാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു ഉത്തമ സുഹൃത്തിന്റെ പ്രാധാന്യം ഇവിടെയാണ്. നമ്മള് അലസരായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വളരെയധികം വിഷാദഗ്രസ്തനായിട്ട് ദുഃഖത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ നീ തരണം ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ, ഇതിനേക്കാളും വലിയ പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, അതിനെല്ലാം നീ തരണം ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ ഇതാണോ ഒരു കാര്യം എന്നെല്ലാം പറഞ്ഞ് നമ്മളെ ആ ഉത്തേജിപ്പിക്കുന്ന ഒരു സുഹൃത്ത്, ഒരു ആധ്യാത്മിക ഗുരു, ഒരു മിത്രം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണ് ഇവിടെ ഭഗവാൻ ഇരിക്കുന്നത്. ഭഗവാൻ പറയാ, ഇതൊന്നും നീ കാര്യാക്കേണ്ട ആവശ്യമില്ല അല്ലെ, നീ നിന്റെ സ്വധർമ്മത്തെ ആചരിക്കൂ, നിന്റെ ആ പേരും പ്രശസ്തിയും എല്ലാം നഷ്ടപ്പെടുവാൻ പോകുകയാണ് നീ ഈ യുദ്ധം ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ട് നിന്റെ അസൂയാലുക്കളായിട്ടുള്ള നിന്റെ ശത്രുക്കള് നിന്നെ കുറിച്ച് പലതും പല കഥകളും പറഞ്ഞു നടക്കും. അതിനൊന്നും ഇടവരുത്തരുത് എന്റെ പ്രിയപ്പെട്ട അർജുന, എഴുന്നേൽക്കൂ, എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ. അടുത്തൊരു പ്രതിസന്ധി എന്താ വരുന്നത്? ശ്ലോകം 35. ശ്രീ ഭഗവാനുവാചാം ഭയാത് രണാദു ഭരതം മംസ്യന്ധേ ത്വം മഹാരഥാഃ യേഷാം ച ത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. വിവർത്തനം, ട്രാൻസ്ലേഷൻ. അല്ലയോ അർജുന, ഭയം കൊണ്ട് മാത്രമാണ് നീ യുദ്ധരംഗത്ത് നിന്ന് പോയതെന്ന് നിന്റെ പ്രശസ്തിയെ മാനിച്ചിരുന്ന മഹാരഥന്മാരായ രാജാക്കന്മാർ വിചാരിക്കും. അങ്ങനെ അവർ നിന്നെ നിസാരനായി കരുതും. ഈ ശ്ലോകത്തിന്റെ ആശയ വിശദീകരണം, ഭാവാർത്ഥം, പർപ്പൺ.
ഭാവാർത്ഥം എഴുതിയ അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് തന്റെ തീരുമാനം തുടർന്ന് പറയുന്നു. ദുര്യോധനൻ, കർണൻ മുതലായ മഹാരഥന്മാർ നീ ഭയപ്പെട്ടാണ് സ്ഥലം വിട്ടതെന്നേ കരുതുകയുള്ളൂ. മറിച്ച് സ്വന്തം മുത്തച്ഛനോടും സഹോദരന്മാരോടുമുള്ള കനിവ് കൊണ്ടാണെന്ന് ഓർക്കാനിടയില്ല. തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നീ പോയതെന്ന് മാനിച്ച് നിന്നെ കുറിച്ച് അവർക്കുള്ള മതിപ്പ് അത്രയും നശിക്കുകയും ചെയ്യും. മാത്രമല്ല, നേരത്തെ പ്രത്യക്ഷമായിട്ടുള്ള തിരസ്കാരഭാവം പറഞ്ഞു, പരോക്ഷമായിട്ടുള്ള തിരസ്കാരഭാവം പറഞ്ഞു. ഇനി നിന്നോട് മുഖത്ത് നോക്കിയിട്ട് അവര് സംസാരിക്കും. മുഖത്ത് നോക്കിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തർക്കിക്കാനായിട്ട് അവര് വരും. എങ്ങനെയാ? ഭയാത് രണാതുപരതം. അർജുന, നീ എവിടെയെങ്കിലും വെച്ച് വല്ല കല്യാണത്തിനാ, ചരടുകെട്ടലിനാ, അല്ലെങ്കിൽ അടിയന്തരത്തിനാ, അല്ലെങ്കിൽ ഗൃഹപ്രവേശത്തിനാ, എന്തെങ്കിലും സമയത്ത് നീ ആ കർമ്മത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വന്നിട്ട് ആളുകൾ പറയും, ഏയ് പേടിത്തൊണ്ടാ, ഭയാത് രണാതുപരതം, നീ യുദ്ധത്തിൽ നിന്ന് പേടിച്ചോടിയവനല്ലേ, അല്ലെ? നിനക്ക് ഇവിടെ വരാനായിട്ട് എന്താ കാര്യം, അല്ലെ? ഇതൊക്കെ വീരന്മാർക്കുള്ളതാണ്, ഇതൊന്നും നിന്നെ പോലെയുള്ള പേടിത്തൊണ്ടന്മാർക്കുള്ളതല്ല. ഈ സ്ഥലം വിട്ടോ ഇവിടുന്ന്. അതാണ് യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോയിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു നീ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? നിന്നെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു, അതെല്ലാം നശിപ്പിച്ചില്ലേ? അതുകൊണ്ട് ഇത് നിനക്ക് അവകാശപ്പെട്ടതല്ല. സ്വയംവരത്തിന് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ വിവാഹത്തിന് വന്നിരിക്കുന്നു, ഇവിടെ നിന്ന് പോയിക്കോളൂ. ഭയാത് രണാതുപരതം, നീ ആ രണാങ്കണത്തിൽ നിന്ന്, യുദ്ധകളത്തിൽ നിന്ന് ഓടിപ്പോയവനാണ്. എന്തുകൊണ്ട്? ഭയാത്, ഭയം കൊണ്ട്. അല്ലാണ്ട് നീ അർജുനൻ കരുതുന്നത് എല്ലാവരും എന്നെ ബഹുമാനിക്കും, സ്നേഹിക്കും, തോളത്ത് തട്ടി അഭിനന്ദിക്കും. ഓ അർജുനൻ, ഓ എത്ര ദയാലുവാണ്, അല്ല എത്രയോ അഹിംസാ തൽപരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മുത്തച്ഛനെ ഉപദ്രവിക്കുവാനോ വധിക്കുവാനോ അദ്ദേഹത്തിന് ആഗ്രഹമില്ല. ആചാര്യന്മാരായിട്ടുള്ള ദ്രോണാചാര്യരെയും കൃപാചാര്യരെയും അദ്ദേഹം എത്രയോ ബഹുമാനിക്കുന്നു. അവരോട് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. അതുപോലെ തന്നെ വല്യച്ഛന്റെ മക്കളായിട്ടുള്ള ദുര്യോധന ദുശാസനാദികളോട് യുദ്ധം ചെയ്യാനും താല്പര്യമില്ല. എത്ര നല്ലവനാണ്. അങ്ങനെയൊക്കെയാണ് അർജുനൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഭഗവാൻ പറയാം, അങ്ങനെയല്ല അവര് വിചാരിക്കുക. നീ യുദ്ധത്തിൽ നിന്ന് പേടിച്ച് ഓടി രക്ഷപ്പെട്ടതാണെന്ന് വിചാരിക്കും. കർണനോട് യുദ്ധം ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് പേടിച്ചിട്ട്, അല്ലെങ്കിൽ ദുര്യോധനനോട്, അല്ലെങ്കിൽ ദുശാസനോട്, അല്ലെങ്കിൽ അശ്വത്ഥാമാവനോടോ, അല്ലെങ്കിൽ മുത്തച്ഛനോടോ, ദ്രോണാചാര്യരോടോ, കൃപാചാര്യോടോ, ഇവരോടൊക്കെ യുദ്ധം ചെയ്യാനായിട്ട് നിനക്ക് പ്രാപ്തിയില്ല, കഴിവില്ല, ഭയമാണെന്ന് വിചാരിച്ച് നീ യുദ്ധത്തിൽ നിന്ന് അവരെ കണ്ടപ്പോൾ ഓടിപ്പോയി. അവരെ കണ്ടപ്പോഴാണ് നിനക്ക് ഇതെല്ലാം ഓർമ്മ വന്നത്. ആ ഒരു കാര്യത്തെ, യുദ്ധത്തെ മുഖാമുഖം കണ്ടപ്പോൾ നിന്റെ ആ ധൈര്യമെല്ലാം ചോർന്നു പോയി. അങ്ങനെ നീ ഓടിപ്പോയി എന്നാണ് അവർ വിചാരിക്കുന്നത്. കാരണം നിനക്ക് ഓരോരുത്തരോട് ചെന്ന് പറയാൻ പറ്റുമോ, എനിക്ക് മുത്തച്ഛനോട് ബഹുമാനമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആചാര്യന്മാരോട് ബഹുമാനമുള്ളത് കൊണ്ടാണ് ഞാൻ പോകുന്നത്. കാരണം ഇവിടെ ശംഖുവിളിയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അതാ അസ്ത്രങ്ങള്, അല്ലെ, ഞാനെല്ലാം കെട്ടിയ അസ്ത്രങ്ങള് പ്രയോഗിക്കാൻ ധനുരുദ്യമ്യ പാണ്ഡവഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്ത്രങ്ങളെല്ലാം പ്രയോഗിക്കാനായിട്ട് ആരംഭിച്ചു. മാത്രമല്ല കുരുവൃദ്ധനായിട്ടുള്ള അദ്ദേഹം, സർവസൈന്യാധിപനായിട്ടുള്ള അവരും ശംഖ് വിളിച്ചു. ഇവിടെ പാഞ്ചജന്യം, ഋഷികേശു, ഇവിടെ ഭഗവാനും ശംഖ് വിളിച്ചു, അർജുനനും ശംഖ് വിളിച്ചു, എല്ലാവരും ശംഖ് വിളിച്ചു. ഇനി യുദ്ധം ആരംഭിക്കുള്ളൂ. ഇനിയൊന്നും സമയമില്ലേ പറയാനായിട്ട്. ഇനി ആ രഥത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മരണം, തൽക്ഷണം മരണം, മൃത്യു. അപ്പൊ അതുകൊണ്ട് മംസ്യന്തേ ത്വം മഹാരഥാഹ, ത്വം നിന്നെ കുറിച്ച്, അർജുന നിന്നെ കുറിച്ച്, മംസ്യന്തേ ഇവരെല്ലാം കരുതും, വിചാരിക്കും. ആര്? മഹാരഥാഹ, ഈ നിൽക്കുന്ന മഹാരഥന്മാരായിട്ടുള്ള രാജാക്കന്മാരെല്ലാവരും നിന്നെ കുറിച്ച് പേടിത്തൊണ്ടനാണെന്ന് വിചാരിക്കും. യുദ്ധത്തിൽ നിന്ന് നീ ഭയന്ന് ഓടിപ്പോയതാണെന്ന് വിചാരിക്കും. അല്ലാണ്ട് അവര് കാരുണ്യം കൊണ്ടോ ദയ കൊണ്ടോ അവരോടുള്ള ബഹുമാനം കൊണ്ടോ ഇതൊന്നും വിചാരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ആലോചിക്കൂ, നീ നല്ല പോലെ ആലോചിക്കൂ. യേഷാം ചത്തം ബഹുമതോ ഭൂത്വായാസശിലാഘവം. അങ്ങനെ ലോകത്തിന് മുഴുവൻ ബഹുമാന്യനായിട്ട് ഈ രാജാക്കന്മാരെല്ലാം നിന്നെ കുറിച്ചിട്ട് വളരെ മതിപ്പോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. അവർക്കെല്ലാം നിന്നെ കുറിച്ചിട്ട് വളരെയധികം ബഹുമാനമുണ്ട്. അങ്ങനെ ലോകത്തിന് തന്നെ ബഹുമാന്യനായിട്ടുള്ള നീയെ വളരെ നിസാരനായി തീരും, എല്ലാവരെക്കാളും ചെറുതാവും. മാത്രമല്ല ദുര്യോധനനും ദുശാസനനും കർണനും ശകുനിയെല്ലാം നിന്നെ നോക്കിയിരിക്കുക. നിന്റെ ചെറിയൊരു അപാകത, അങ്ങനെയാണല്ലോ. അപ്പുറത്തെ സത്സംഗത്തിലത്തെ ആൾക്കാരും വേറെ നാമഘട്ടയിലത്തെ ആൾക്കാരും നമ്മുടെ ശത്രുക്കളെല്ലാം നമ്മളെക്കാളും ശ്രദ്ധയാണ് നമ്മുടെ കാര്യത്തിൽ അവർക്ക്. എന്ത്? നമുക്ക് എവിടെയെങ്കിലും തെറ്റുപറ്റുണ്ടോ അത് ഊതി വീർപ്പിച്ച്, അല്ലെ, അവിടെ അങ്ങനെ ഉണ്ടായത്, ആ പ്രഭു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്
അപ്പോ മറ്റുള്ളവരുടെ മുഴുവൻ കണ്ണുകളും ഇപ്പൊ ആരിലേക്കാണ്? നിന്നിലേക്കാണ്. വളരെ ശ്രദ്ധിച്ചു ചെയ്യൂ. അല്ലെ? അർജുനൻ എന്ത് ചെയ്യുന്നു? ഈ ക്രിക്കറ്റ് കളിയൊക്കെ വന്നു കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധ ആരിലായിരിക്കും? സച്ചിൻ ടെണ്ടുൽക്കർ, ധോനി, കോഹ്ലി, അല്ലെ? അങ്ങനെയുള്ള ആളുകളിലായിരിക്കും. കാരണം ഇവരെന്താണ് ചെയ്യുന്നത്? ഇവർക്ക് തെറ്റുപറ്റൂ, ഇവര് റൺ എടുക്കൂ, ഇവര് 0-ൽ ഡക്ക് ഔട്ട് ആവോ, ഇവര് സെഞ്ചുറി അടിക്കൂ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി ഫുട്ബോൾ കളി വന്നാല് പെലെ, മാരഡോണ, മെസ്സി, അല്ലെ? അങ്ങനെയുള്ള ആളുകൾ, റൊണാൾഡോ, അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ നോക്കിയിരിക്കും ജനങ്ങൾ. മറ്റുള്ളവരെ നോക്കില്ല എന്നല്ല, അവരോട് അത്രയൊന്നും ഇതുണ്ടാവില്ല. ഇവരെന്താ ചെയ്യണത്? ഇവർ ഔട്ടാവോ, ഇവര് ഗോൾ അടിക്കൂ, അങ്ങനെ. അതുപോലെ എല്ലാവരും തന്നെ നോക്കിയിരിക്കുകയാണ് അർജുന. അതുകൊണ്ട് സൂക്ഷിച്ച് നീ നിന്റെ സ്വധർമ്മത്തെ ആചരിക്കൂ. നീ ഇപ്പോൾ ഇവിടെ നിന്നും പോകുകയാണെങ്കിൽ അത് ഭീരുത്വത്തിന് ഇടയാക്കും. നിന്നെ കുറിച്ച് പലതും പറയും. എന്താ പറയാൻ പോകുന്നത്? അവാച്യവാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഹ നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം നുകിം. വിവർത്തനം: ശത്രുക്കൾ നിന്നെ പറ്റി പഴി പലതും പറയും, നിന്റെ കഴിവില്ലായ്മയെ പുച്ഛിക്കും. ഇതിലും ദുഃഖകരമായി നിനക്ക് എന്തുണ്ടാവാനാണ് അർജുന? ഈ ശ്ലോകത്തിന്റെ ആശയവിശദീകരണം, ഭാവാർത്ഥം, പർപ്പട്ട്. ആദ്യം അർജുനന്റെ അസ്ഥാനത്തായ അനുകമ്പാവേശം കണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ വിസ്മയിച്ചു. അത് അനാര്യന്മാർക്ക് മാത്രം യോജിച്ചതാണെന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ അർജുനന്റെ കരുണാഭാവത്തെ പറ്റിയുള്ള തന്റെ പ്രസ്താവനകൾ സാധൂകരിക്കുകയും ചെയ്തു. അല്ലെ? ഭഗവാൻ എന്താ വിളിച്ചു പറഞ്ഞത് ആദ്യം? അല്ലെ? ഒരു ഭഗവാന്റെ മുഖത്ത് നിന്ന്, അല്ലെങ്കിൽ ഉത്തമനായിട്ടുള്ള ഒരു വ്യക്തി സംസാരിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് നമ്മുടെ ഗോവിന്ദൻ സംസാരിച്ചത്. അല്ലെ? അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന ക്ലൈബ്യം ആസ്മഗമപ്പാർത്താനൈദത്യുപപത്യത. ആണും പെണ്ണും കെട്ടവനെ, നപുംസക ഭാവത്തെ സ്വീകരിച്ചവനെ, നിനക്ക് നാണമില്ലല്ലോ ഇങ്ങനെ മീശ പിരിച്ചു നടക്കാനായിട്ട്? കരയാ, അല്ലെ? സ്ത്രീകളെ പോലെ മോങ്ങി കരയുന്നു. നാണമില്ലടാ നിനക്ക്? എന്നൊക്കെ ചോദിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചത്. കാരണം അപ്പോ അദ്ദേഹം ശിഷ്യഭാവത്തിലെത്തിയിട്ടില്ല, ഭഗവാന് ശരണം പ്രാപിച്ചിട്ടില്ല. ഒരു സുഹൃത്ത് എന്ന നിലയിലാണ് സംസാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബന്ധു എന്ന രീതിയിലാണ്. പക്ഷെ ശിഷ്യതയഹം ഷാദിമാം ത്വാം പ്രപന്നം എന്ന് 10-ാം ശ്ലോകത്തിൽ പറഞ്ഞപ്പോ പിന്നെ ഭഗവാന്റെ മട്ടും ഭാവവും എല്ലാം മാറി. തന്നെ ശരണം പ്രാപിച്ചുള്ള ഒരു വ്യക്തിയോട് പിന്നെ ഒന്നും പറയാൻ പാടില്ല. പിന്നെ അവനെ ശ്രേയസ്സിന് പ്രാപ്തനാക്കി തീർത്തുക, ഇതാണ് ഒരു ഗുരുവിന്റെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് ആര്യന്മാർക്ക് ചേർന്നതല്ല ഇത്, സ്വർഗപ്രാപ്തിക്ക് നിനക്ക് ഉതകില്ല, ഇത് നിന്റെ പേരും പ്രശസ്തിയും എല്ലാം നശിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങ് പറഞ്ഞത് എന്ന് അർജുനൻ ചോദിക്കുകയാണെങ്കിൽ ഈ കാരണങ്ങളെ കൊണ്ടാണ്. കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കാരണങ്ങളെല്ലാം വിശദീകരിച്ച് ഭഗവാൻ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനാര്യജുഷ്ടമാർഗമാണ്, ഇത് ശ്രേഷ്ഠന്മാർക്ക് ചേർന്നതല്ല, ഇത് അസ്വർഗ്യമാണ്, ഇത് സ്വർഗത്തിന് തന്നെ ഉപകരിക്കില്ല. അകീർത്തി, ഇത് നിനക്ക് കീർത്തി നഷ്ടപ്പെടാനുള്ള ഒരു വേദിയായിട്ട് നീ ഇതിനെ മാറ്റരുത് എന്നെല്ലാം ഞാൻ പറഞ്ഞില്ലേ അർജുന? അത് ഈ കാരണങ്ങളെ കൊണ്ടാണെന്ന് പറഞ്ഞ് ആ കാരണത്തെ കുറിച്ചും അശോചാനശോചസ്തം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂന ഗദാസൂംശ്ച ന അനുശോചന്തി പണ്ഡിതാഹ. പണ്ഡിതന്മാര്, വിദ്വാൻമാര്, ജ്ഞാനികള് ആരെക്കുറിച്ചും ദുഃഖിക്കാറില്ല. അവര് ജീവിക്കുന്നവരെ കുറിച്ചോ മരിച്ചവരെ കുറിച്ചോ പോയവരെ കുറിച്ചോ വരുന്നവരെ കുറിച്ചോ ഒന്നും ദുഃഖിക്കാറില്ല എന്ന് പറഞ്ഞു. അതിന്റെ കാരണം 11-ാം ശ്ലോകം മുതൽ 30-ാം ശ്ലോകം വരെ ആ ആത്മാവിനെ കുറിച്ചും ശരീരത്തെ കുറിച്ചുമെല്ലാം വിസ്തരിച്ചു ഉപദേശിച്ചു. എന്നിട്ട് പറഞ്ഞു നിനക്ക് ദുഃഖിക്കുവാൻ അർഹതയില്ല എന്ന് പറഞ്ഞ് ആ ശ്ലോകത്തിന് ഉത്തരം നൽകി. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ചീത്ത പറഞ്ഞത്, അതിന് ഉത്തരവും ഇത് എന്ന് പറഞ്ഞ് ഈ ഒരു 6 ശ്ലോകങ്ങളിൽ കൂടെ അതിന്റെ ഉത്തരവും ഭഗവാൻ ഇവിടെ നൽകി. അങ്ങനെയാണ് ഭഗവാന്റെ ശൈലി. അങ്ങനെ വെറുതെ പ്രസ്താവന ഇറക്കിയിട്ട് പോവല്ല ചെയ്യുന്നത്, അതിന്റെ കാരണങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞ് വീണ്ടും ആ ഒരു കൺക്ലൂഷനിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്താ പറയുന്നത്? അവാച്യവാദാംശ്ച ബഹൂൻ, കേൾക്കാൻ പറ്റാത്തതായിട്ടുള്ള മോശമായിട്ടുള്ള ആളുകള്, ഈ വക ആളുകള്, ഈ പൈല പിള്ളേര് പറഞ്ഞു നടക്കും, പന്നന്മാര്. ആര്? വദശ്യന്തി തവാ അഹിതാഹ, നിന്നെ കുറിച്ച് അഹിതം, നിന്റെ ഹിതം ആഗ്രഹിക്കാത്ത നിന്റെ ശത്രുക്കള്, അല്ലെ? നിന്റെ ആ പേരും പ്രശസ്തിയിലുമെല്ലാം അവിടെ കുശുമ്പ് കൊണ്ടു നടക്കുന്ന അഹിതന്മാരായിട്ടുള്ള നിന്റെ ശത്രുക്കള് പല പല ജൽപ്പനങ്ങളും പറഞ്ഞു നടക്കും, പല കഥകളുമെല്ലാം കഥയിഷ്യന്തി തേ അവ്യയ. അവര് കുറെ കഥകൾ,
അല്ലെ? ഓരോരുത്തരും 10ഉം 15ഉം കഥകളൊക്കെ ഉണ്ടാക്കും. അയ്യോ, നിങ്ങൾ പറഞ്ഞില്ലേ വീരശൂര പരാക്രമി, ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ യുദ്ധത്തിൽ ഓടിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവന് അസ്ത്രമൊന്നും ഇല്ലേ, മന്ത്രങ്ങളൊന്നും അറിയില്ലാന്ന്, അങ്ങനെയാണെന്ന് എങ്ങനെയാണെന്ന്, ആ മാതാജിക്ക് ആരതി ചെയ്യാനൊന്നും അറിയില്ല, ക്ലാസ് എടുക്കാനൊന്നും അറിയില്ല, ഭക്തിശാസ്ത്രം എങ്ങനെയാ കിട്ടിയെന്ന് ദൈവത്തിന് പോലും അറിയാം. അല്ലെ? അവരുടെ വീട്ടിൽ പോയി അവര് ശരിക്കും നല്ല അവിടെ പൂജ ചെയ്യണതും അവര് ഓഫർ ചെയ്യണതും. അല്ലെ? ഈ പ്രഭു വെറുതെ അവർക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ദീക്ഷ കൊടുത്തു. അല്ല, പ്രഭു അവരുടെ വീട്ടിൽ പോയിരുന്ന കണ്ട അവരുടെ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ നമുക്ക് അസൂയുള്ള ആളുകളെ കുറിച്ച് നമ്മൾ ഇല്ലാ വചനങ്ങളെല്ലാം പറഞ്ഞ് അവരുടെ ആ ഒരു ഗുണമുണ്ടല്ലോ അത് നശിപ്പിക്കും. അതാണ് ഈ അഹിതന്മാരുടെ പ്രവൃത്തി. കുശുമ്പ് കുനിഷ്ട് അതിന്റെ അർത്ഥം. മറ്റുള്ളവരുടെ ഉയർച്ചയില് ഇവർക്ക് അസൂയ പൂണ്ടിട്ട് അവരെ കൂടുതൽ താറടിച്ച് നിലം പരിശരമാക്കണമെന്ന് കരുതും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അത് ദീക്ഷ എടുത്തത് കൊണ്ടോ ഭക്തി വന്നത് കൊണ്ടൊന്നും ഒരിക്കലും പോവില്ല. അത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് അർജുന, ഈ മഹാരഥന്മാരായിട്ടുള്ള ആളുകള്, പ്രത്യേകിച്ചും ആ എതിർപക്ഷത്തുള്ള ആളുകള് നിന്നെ കുറിച്ചിട്ട് പല കഥകളും പറഞ്ഞു നടക്കും. നിന്ദന്തസ്തവ സാമർത്ഥ്യം, നിന്റെ സാമർത്ഥ്യത്തെ കുറിച്ച്. അല്ലെ? നീ നിവാത കവചന്മാരായിട്ട് യുദ്ധം ചെയ്തു, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വെറുതെ പറഞ്ഞു നടക്കാണ്. ആ മഹാദേവനെ തോൽപ്പിച്ചു, പരമശിവനെ തോൽപ്പിച്ചു, പാശുപതാസ്ത്രം, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവൻ ചിലപ്പോൾ മോഷ്ടിച്ചതായിരിക്കും കൈലാസത്തിലേക്കും പോയിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവൻ സമ്പാദിച്ചായിരിക്കും. അല്ലാണ്ട് മഹാദേവനുമായിട്ട് യുദ്ധം ചെയ്യും. ഇവിടെ നമ്മളോട് യുദ്ധം ചെയ്യാൻ പറ്റാത്ത ആളാണ് അവിടെ പരമശിവനോട് യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞ് നിന്നെ കുറിച്ച്, നിന്റെ സാമർത്ഥ്യത്തെ കുറിച്ചല്ല അവര് ചെറുതായിട്ട് കാണിക്കും. ഇത്രയും വർഷങ്ങളായിട്ട് നീ ആർജിച്ച ആ പേരും പ്രശസ്തിയും നിന്റെ വീരശൂര ആ ശൂരത്വവും എല്ലാം ഇതാ നഷ്ടപ്പെടുവാൻ പോകുകയാണ്. തതോ ദുഃഖതരം നിൽക്കും. ഇതിനേക്കാളും ദുഃഖകരമായിട്ട് വേറെ എന്താ ഉള്ളത് അർജുന? മരിച്ചാലും കുഴപ്പമില്ല, അത് അത്ര വലിയ ദുഃഖമൊന്നുമല്ല. പക്ഷെ ഈ ഒരു അകീർത്തി, അപമാനം, നിന്ദ, അവമതി, ഇതെല്ലാം മരണത്തെക്കാളും ദുസ്സഹമാണ്, ദുഃഖമാണ്. അത് മരിച്ചാലും പോകില്ലേ, കാലങ്ങളായിട്ട് നിലനിൽക്കും. നിന്റെ മക്കളുടെ കാലഘട്ടത്തിലും അവരുടെ മക്കളുടെ കാലഘട്ടത്തിലെല്ലാം നിൽക്കും. അല്ലെ? മക്കൾ എവിടെയെങ്കിലും പോകുമ്പോ ആ അർജുനന്റെ മോനല്ലേ, ആ യുദ്ധത്തിൽ പേടിച്ചോടിയിട്ടുള്ള ആ അർജുനന്റെ മോനല്ലേ, അല്ലെങ്കിൽ അർജുനന്റെ പേരക്കുട്ടിയല്ലേ, അങ്ങനെയെല്ലാം പറഞ്ഞ് അവർക്കും പേര് ദോഷം വരുത്തും. അതുകൊണ്ട് നീ നിന്റെ സ്വധർമ്മത്തെ ആചരിക്കൂ. കാരണം ക്ഷത്രിയന്റെ സ്വധർമ്മമാണ് യുദ്ധം. അതുകൊണ്ട് നല്ല പോലെ ആചരിച്ച് അനുഷ്ഠിക്കൂ. അങ്ങനെ നിനക്ക് സ്വധർമ്മേ നിധനം ശ്രേയ, നിനക്ക് ആ ശ്രേയസിനെ പ്രാപിക്കാനായിട്ട് സാധിക്കും. കാരണം അർജുനൻ എന്താ ചോദിച്ചത്? യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ, എനിക്ക് ശ്രേയസിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരൂ, ഞാനിതാ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞേക്കണെ. അപ്പോ അർജുന, നീ ശ്രേയസല്ല ചോദിച്ചത്, സ്വധർമ്മേ നിധനം ശ്രേയ, നിന്റെ അസ്വധർമ്മമായിട്ടുള്ള യുദ്ധം അനുഷ്ഠിക്കുന്നതിൽ കൂടെ, അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുന്നതിൽ കൂടെ നിനക്ക് ശ്രേയസിനെ പ്രാപിക്കാനായിട്ട് സാധിക്കും. നിന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് ഞാനിതാ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഇനി അത് അനുഷ്ഠിക്കേണ്ടത്, ചെയ്യേണ്ടത് ആരുടെ കടമയാണ്? നിന്റെ കടമയാണെന്ന് പറഞ്ഞ് ഭഗവാൻ ആ സ്വധർമ്മത്തെ ഇവിടെ ഉപസംഹരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഭഗവാൻ അത് കഴിഞ്ഞിട്ട് പതുക്കെ ആ ഭക്തിയോഗത്തിലേക്ക്, കർമ്മയോഗത്തിൽ ഫലാസക്തിയില്ലാതെ കർമ്മം ചെയ്തിട്ടുള്ള കർമ്മയോഗത്തെ കുറിച്ചും പിന്നെ ഭക്തിയോഗത്തെ കുറിച്ചിട്ടും പറയാൻ പോകുകയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹരേ കൃഷ്ണ, താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് നിർത്താം. കൃഷ്ണാമതിരസ്തു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി, ദണ്ഡോത്പണം. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്. പ്രഭുജി, നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയായിരുന്നു, നമ്മൾ ഓരോ ഇതിന്റെ ബ്രാഹ്മണര് ഭഗവാന്റെ മുഖത്തുനിന്നു അങ്ങനെ ഒരു കാര്യം പറഞ്ഞു വന്നില്ലേ? അതിന്റെ എന്തായിരിക്കും, അതിന്റെ മീനിങ് എങ്ങനെയായിരിക്കും, അതിന്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് അത് പറയും. ശരിയായിട്ടുള്ള കാര്യങ്ങൾ, നല്ല ചോദ്യം. അതായത് ആരും അവരവരുടെ വർണ്ണത്തെ കുറിച്ച്, കുലത്തെ കുറിച്ച്, ജാതിയെ കുറിച്ച് ആലോചിച്ച് വ്യസനിക്കേണ്ടതില്ല. അവര് ശ്രേഷ്ഠരാണ്, ഞാൻ താഴ്ന്ന ജാതിക്കാരനാണ്, ഞാൻ പട്ടികവർഗക്കാരനാണ്, ഞാൻ അങ്ങനെ OBC ആണ്, ഈഴവനാണ്, ആശേരിയാണ്, മൂശേരിയാണ്, ഹരിജനാണ്, ഗിരിജനാണ്, അങ്ങനെയൊന്നും വിചാരിച്ച് ആരും വ്യസനിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാവരും ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ജീവസത്തകളാണ്. ഭഗവാന്റെ സകല ഗുണങ്ങളും ഒരു പരിധി വരെ നിന്നിലുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ആ വിഭുവായ ആത്മാവിനെ നീ ശരണം പ്രാപിക്കൂ, ഭഗവത് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടും.
ഭഗവാൻ വിരാട് സ്വരൂപധാരിയാണ്, വിഭു ആത്മാവാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്നാണ്, തലയിൽ നിന്നാണ്, ശിരസിൽ നിന്നാണ് ബ്രാഹ്മണരുണ്ടായത്. അതായത് ഒരു സമൂഹത്തിലെ തത്വചിന്തകന്മാര്, ശാസ്ത്രജ്ഞന്മാര്, അധികാരികളായിട്ടുള്ള ആളുകള്, വിദ്യാഭ്യാസത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകള് ഒരു ഭഗവാന്റെ മുഖത്ത് നിന്നെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഒരു ശരീരത്തിന്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മുഖം തന്നെയാണ്. കാരണം കൂടുതൽ ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക് എല്ലാം അവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ തലച്ചോറും അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഒരു സമൂഹത്തില് ബ്രാഹ്മണന്മാര് അത്യാവശ്യമാണ്. കാരണം എന്താണ്? ചിന്തിക്കാനും പ്രവർത്തിക്കാനും തലച്ചോറ് ഉപയോഗിച്ച് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആലോചിക്കുവാൻ അവര് ഉണ്ടായേ തീരൂ. അതുപോലെ തന്നെയാണ് തലയുണ്ടായി, പക്ഷെ സംരക്ഷിക്കുവാൻ ആരുമില്ല ശരീരത്തെ, അല്ലെ? ആ ശത്രുക്കളോ അല്ലെങ്കിൽ വന്യജീവികളോ മൃഗങ്ങളോ പക്ഷികളോ അല്ലെങ്കിൽ പ്രകൃതിയോ ചിലപ്പോ ഉപദ്രവിക്കും. അപ്പൊ അതിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് നമുക്ക് കൈകൾ ഉണ്ടായിരിക്കണം. ആ കൈകൾ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഭഗവാന്റെ ശരീരത്തിൽ നിന്ന്, ക്ഷത്രിയന്മാർ. അപ്പോ ഈ തലയെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഒരു കല്ലെറിഞ്ഞു, അടിക്കാൻ വന്നു, അറിയാതെ തന്നെ നിങ്ങളുടെ കൈകള് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ വരും, നിങ്ങളുടെ മുഖത്തിന് നേരെ വരും. സൂക്ഷിച്ചു നോക്കിയോളൂ. അറിയാതെ തന്നെ, നിങ്ങൾ പോലും വിചാരിക്കില്ല, അല്ലെ? എന്തെങ്കിലും ഒരു സാധനം വരുന്നു, അപ്പൊ തന്നെ മുഖത്ത് നമ്മുടെ കൈ വരും, അല്ലെ? മഴ ചാറുന്നു, അറിയാതെ രണ്ട് കൈകളും തലയിലേക്ക് വരുന്നു. ഇനി നിങ്ങൾ കുളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആദ്യത്തെ ആ 2 കപ്പ് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇടത് കൈ അറിയാതെ നിങ്ങളുടെ തലയുടെ മുകളിൽ വരും. അതൊരു പ്രൊട്ടക്ഷനാണ്. നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൈകളാണ്. അതുപോലെ നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കേണ്ടത് ക്ഷത്രിയന്മാരാണ്. അതുപോലെ ആമാശയം, നമ്മുടെ ആ വക്ഷസിൽ നിന്ന്, ആ കാലുകളും വയറും എല്ലാം ചേരുന്ന ഭാഗത്ത് നിന്നാണ്. അതായത് ഒരു ആരോഗ്യവാനാണ്, അല്ലാണ്ട് നല്ല വണ്ണം ശക്തിയൊക്കെ ഉണ്ട്, ബുദ്ധിമാനാണ്. വയറ് ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അല്ലെ? എപ്പോഴും വയറ് വേദന, മലബന്ധം, ശോധന കുറവ്, ഗ്യാസ്, അയ്യോ സുഖല്ലേ. അപ്പോ ഒരു സമൂഹത്തില് ആ വൈശ്യന്മാരുടെയും പ്രാധാന്യം വളരെയാണ്. നല്ല ശുദ്ധമായിട്ടുള്ള ആഹാര സാധനങ്ങള്, നല്ല കരിഞ്ചന്തയിലില്ലാത്ത നല്ല ശുദ്ധമായിട്ടുള്ള വസ്തുക്കള്, പശു സംരക്ഷണം, ഇതെല്ലാം അവർക്ക് പറഞ്ഞിരിക്കുന്നു. ഇനി ഒരു വ്യക്തി ബുദ്ധിമാനാണ്, ശക്തിമാനാണ്, അല്ലാണ്ട് അവന് കാലുകളില്ല, പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പദ്ഭ്യാം ശൂദ്രോപിജായത, പാദങ്ങളിൽ നിന്നാണ് ശൂദ്രന്മാര് ജനിച്ചിരിക്കുന്നത്. ഓടാനും ചാടാനും കാര്യങ്ങളെല്ലാം ചെയ്യുവാനുമായിട്ട് പാദങ്ങൾ വേണം. തലയുണ്ടായിട്ടും കാര്യമില്ല, കൈയുണ്ടായിട്ടും കാര്യമില്ല, വയറുണ്ടായിട്ടും കാര്യമില്ല, തുടകൾ ഉണ്ടായിട്ടും കാര്യമില്ല. എന്തുണ്ടാവണം? പാദങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു സമൂഹത്തിലെ പ്രധാന വ്യക്തി, ചിലര് പറയുന്നു തലയാണെന്ന്, ചിലര് പറയുന്നു കൈയാണെന്ന്, ചിലര് പറയുന്നു അത് വയറാണെന്ന്, ചിലര് തുടകളാണെന്ന് പറയുന്നു, ചിലര് പറയുന്നു അല്ല കാലുകളാണെന്ന്. അപ്പോ ഈ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എന്ന് വേണ്ട സകല വർണ്ണങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട്, ബഹുമാനമുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിതത്തില് എല്ലാവരും ഐക്യകണ്ഠേന പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വരുന്നു, കൈ പറയണു ഞാൻ ഒന്നും ചെയ്യണില്ല, തല പറയണു ഞാൻ കണ്ണടച്ചിരിക്കും, ഞാൻ അത് ചെയ്യില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഈ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ, ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനം അനുസരിച്ച് ഈ ഭൂമിയിലെ ജനങ്ങളെ ഞാൻ 4 വിഭാഗമാക്കിയിരിക്കുന്നു. എല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, അവരവരുടെ കർമ്മങ്ങളെല്ലാം നല്ല പോലെ അനുഷ്ഠിക്കുകയാണെങ്കിൽ ആ സമൂഹത്തിനും ആ ജാതിക്കും ആ വർണ്ണത്തിനും ലോകത്തിനും ആ സമ്പൽ സമൃദ്ധിയെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അത് 100% നമുക്ക് ഗുണങ്ങളെ ചെയ്യൂ എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.